ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCRT ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ രാസബന്ധനം, കെമിസ്ട്രിയിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്റർ രാസബന്ധനം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇത് ആറ്റം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ വരുന്ന മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇത്. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ആറ്റം എന്ന് പറയുന്ന കീഴിൽ വരുന്ന SCRT ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ രാസബന്ധനം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. പദാർത്ഥങ്ങളെല്ലാം മാറ്റങ്ങൾ കൂടിച്ചേർന്നല്ലേ, പദാർത്ഥങ്ങളെല്ലാം മാറ്റങ്ങൾ കൂടിച്ചേർന്ന തന്മാത്രകളാൽ നിർമ്മിതമാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്ന തന്മാത്രകൾ ഉണ്ടാവുന്നു, ആ തന്മാത്രകളിൽ നിന്നാണ് പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ പദാർത്ഥങ്ങളെ അവയുടെ തന്മാത്രകളിലെ ആറ്റങ്ങൾക്കനുസരിച്ച് മൂലകങ്ങൾ എന്നും അതുപോലെ തന്നെ സംയുക്തങ്ങൾ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ശുദ്ധ പദാർത്ഥങ്ങൾ, ആ ശുദ്ധ പദാർത്ഥങ്ങളെ ഘടകങ്ങളാക്കാൻ പറ്റും, അല്ലെങ്കിൽ ചിലതിനെ ഘടകങ്ങളാക്കാൻ പറ്റില്ല. അപ്പൊ ഘടകങ്ങളാക്കാൻ പറ്റാത്തവയെ നമ്മൾ മൂലകങ്ങൾ എന്നും പിന്നെ സംയുക്തങ്ങൾ, ഘടകങ്ങളാക്കാൻ പറ്റുന്നവയെ സംയുക്തങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് സംയുക്ത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, സംയുക്ത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. ജലം ഒരു സംയുക്തമാണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, ഹൈഡ്രജൻ വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്. അപ്പൊ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ കൂടിച്ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്, സംയുക്ത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് പറയുന്നു എന്നാണ് പറയുന്നത്, ആറ്റങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് തന്മാത്ര ഉണ്ടാവുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, അതിന് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം O2 എന്ന് പറയുന്ന ഒരു തന്മാത്രയാണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ O എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു ആറ്റം മാത്രമാണ്. അത് എന്ത് ചെയ്യുന്നില്ല, തന്മാത്ര ആവണമെങ്കിൽ അവിടെ എന്ത് വേണം, രണ്ട് ആറ്റങ്ങൾ വേണം. കാരണം അവിടെ എന്താണ് സ്ഥിരത കൈവരിക്കുന്ന എപ്പോഴാണ്, രണ്ട് ഓക്സിജൻ ഉണ്ടാകുമ്പോഴാണ് അവിടെ സ്ഥിരത കൈവരിക്കുന്നത്. അപ്പൊ ആറ്റങ്ങൾ ചേർന്ന് തന്മാത്ര ഉണ്ടാകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇനി 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്താണ്, 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെ പറയാറ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങൾ, നോബിൾ ഗ്യാസ് എന്നൊക്കെയാണ് 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളെ പറയുന്നത് അല്ലേ. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളെ എങ്ങനെയാണ് പറയുന്നത്, അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അലസവാതകങ്ങൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇവിടെ ആ ഒരു ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം സൂചിപ്പിക്കുന്ന പട്ടിക കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഓക്കെ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഇതാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ അറ്റോമിക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ വിന്യാസം എഴുതിയത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവസാനത്തെ ഷെല്ല് ഹീലിയം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിന്റെയും അവസാനത്തെ ഷെല്ല് എന്താണ് വരുന്നത്, 8 ഇലക്ട്രോൺ ആണല്ലോ വരുന്നത് അല്ലെ. ബാക്കി എല്ലാത്തിന്റെ അവസാനത്തെ ഷെല്ല് എന്ത് വരുന്നു, 8 ഇലക്ട്രോണുകളാണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ നിയോണിന്റെ ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നു, ആർഗൺ ആണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്നു, ക്രിപ്റ്റോൺ ആണെങ്കിൽ 8 ഇലക്ട്രോൺ വരുന്നു. അപ്പൊ ആ ഒരു രീതിയിലാണ്. ഇനി ഹീലിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്, ആ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 2 വരുന്നുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ആകെ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഷെല്ല് ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 2 ആണ്. അപ്പൊ ഇതൊക്കെ എന്തുണ്ട്, ഇതിനൊക്കെ എന്തുണ്ട്, സ്ഥിരതയുണ്ട്. അപ്പൊ ഹീലിയം ഒഴികെയുള്ള മറ്റു മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്, നമ്മൾ പറഞ്ഞു 8 ഇലക്ട്രോണുകളാണുള്ളത്. 8 ഇലക്ട്രോണുകളാണുള്ളത്. ഏതൊരു മൂലകത്തിന്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്, 8 ആണ് അല്ലെ. ഏതൊരു മൂലകത്തിന്റെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആണ്. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തെ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാണ് പറയുന്നത്. ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണത്തെ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ആറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം സ്ഥിരതയുള്ള ഘടനയാണ്. അപ്പോൾ ഒരു ആറ്റത്തിലെ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം എന്ന് പറയുന്നത് എന്താണ്, സ്ഥിരതയുള്ള ഘടനയാണ്. അപ്പോൾ ഒരു ആറ്റത്തിന് സ്ഥിരത വേണമെങ്കിൽ അതിൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം, 8 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ആറ്റം സ്ഥിരതയുള്ളതാണെന്ന് പറയണമെങ്കിൽ അതിനകത്ത് അതിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം, 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. ആ ഒരു 8 ഇലക്ട്രോൺ വരുന്ന ആ ഒരു ക്രമീകരണത്തെ നമ്മൾ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാണ് പറയുന്നത്. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾ എന്താണ്, ഈ ഘടനയുള്ളതിനാൽ
കഴിഞ്ഞാൽ അവയ്ക്ക് എന്തുണ്ട്? സ്ഥിരതയുണ്ട് അല്ലെ? അപ്പൊ ഉത്കൃഷ്ടവാതകങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു അതിന്റെ ഒക്കെ അവസാനത്തെ ഷെല്ലിൽ എത്രയാണ് വരുന്നത്? 8 ഇലക്ട്രോൺ വെച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അവയ്ക്ക് എന്തുണ്ട്? സ്ഥിരതയുണ്ട്. അങ്ങനെ സ്ഥിരത ഉണ്ടെങ്കിൽ അവ എന്ത് ചെയ്യില്ല? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അപ്പൊ സാധാരണയായിട്ട് അവ എന്ത് ചെയ്യുന്നില്ല? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. കാരണം എന്തുണ്ട്? അവയ്ക്ക് സ്ഥിരതയുണ്ട്. അപ്പൊ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുമ്പോൾ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ലെ ആ ഒരു ക്രമീകരണത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എന്തുണ്ട്? സ്ഥിരതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യുന്നില്ല? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. സാധാരണയായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. ഇനി ഹീലിയത്തിന്റെ കേസ് എന്താണ്? ഹീലിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം എന്ന ആറ്റത്തിൽ എന്താണ്? ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നാം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അതിനാൽ ഹീലിയത്തിന്റെ കാര്യത്തിൽ 2 ഇലക്ട്രോൺ സംവിധാനവും എന്ത് തന്നെയാണ്? സ്ഥിരതയുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉത്കൃഷ്ടവാതകങ്ങളുടെ കേസിൽ എന്താണ്? അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അതിനുള്ള കാരണം അവയ്ക്ക് എന്തുണ്ട്? സ്ഥിരതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അല്ലാത്ത കുറച്ച് മൂലകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഏതൊക്കെയാണ് അല്ലാത്ത മൂലകങ്ങൾ തന്നിരിക്കുന്നത്? മാഗ്നീഷ്യം, ഓക്സിജൻ, സോഡിയം, ക്ലോറിൻ. അവയുടെ അറ്റോമിക് നമ്പറും തന്നിട്ടുണ്ട്. അപ്പൊ മാഗ്നീഷ്യം അറ്റോമിക് നമ്പർ എത്രയാണ്? 12 ആണ്. ഓക്സിജൻ 8 ആണ്. സോഡിയം 11 ആണ്. ക്ലോറിൻ 17 ആണ്. അപ്പൊ 20 വരെയുള്ള മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ പഠിച്ചു വെക്കണേ. പേരും അറ്റോമിക് നമ്പറും പഠിച്ചു വെക്കുക. അപ്പൊ മാഗ്നീഷ്യം 12. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതുക? 12 എന്ന് പറയുമ്പോൾ എങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക? അപ്പൊ ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോൺ. പിന്നെ നെക്സ്റ്റ് വരുന്നത് 8 ഇലക്ട്രോൺ. 8ഉം 2ഉം 10. ബാക്കി എത്ര വരും? 2 അല്ലെ? ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ മാഗ്നീഷ്യത്തിന്റെ 2 8 2 എന്ന് വരും. ഓക്സിജൻ ആണെങ്കിൽ എങ്ങനെയാ വരിക? 2. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അടുത്തതിൽ 6 എണ്ണ ഉണ്ടാവും അല്ലെ? 6ഉം 2ഉം 8. അപ്പൊ സോഡിയം ആകുമ്പോൾ ഇവിടെ നോക്കിയേ 2 8 10 ആയി. പിന്നെ 1 വരും. അവസാനത്തെ ഷെല്ലിൽ 1 ആണ്. ക്ലോറിൻ്റെതാണെങ്കിൽ 2 8 7. അപ്പൊ നോക്കിയേ അവസാനത്തെ ഷെല്ലിലൊക്കെ ഇലക്ട്രോൺ നോക്കിയേ. ഇവിടെ ആദ്യത്തേൽ 2 ആണ്, പിന്നത്തേൽ 6 ആണ്, പിന്നത്തേൽ 1 ആണ്, പിന്നത്തേൽ 7 ആണ്. അപ്പൊ ഇവിടെ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം ഒക്കെ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ ഒന്നും 8 ഇല്ല. അപ്പൊ ഇവ എന്ത് ചെയ്യേണ്ടി വരും? 8 ആക്കേണ്ടി വരും. അപ്പൊ ഇവയ്ക്ക് സ്ഥിരത വേണമെങ്കിൽ ആ ഒരു അവസാനത്തെ ഷെല്ലിൽ എന്ത് ചെയ്യേണ്ടി വരും? 8 ഇലക്ട്രോൺ ആക്കേണ്ടി വരും. അപ്പൊ അതെങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മൂലകങ്ങൾക്ക് ആറ്റങ്ങൾക്ക് സ്ഥിരതയുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ സ്ഥിരത ഉണ്ടാവണമെങ്കിൽ ആ ഒരു അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ഉണ്ടായിരിക്കണം. അതിവിടെ നടക്കുന്നില്ല. അപ്പൊ ഈ ഒരു മൂലകങ്ങൾക്ക് എന്തില്ല? ഈ ഒരു ആറ്റങ്ങൾക്ക് എന്തില്ല? സ്ഥിരതയില്ല. അപ്പൊ ഇവ എങ്ങനെയാണ് സ്ഥിരത നേടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നു. രാസബന്ധനത്തിലൂടെ ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലില് 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നു. അപ്പം രാസബന്ധനത്തിലൂടെയാണ് ആറ്റങ്ങൾ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ക്രമീകരണം നേടി സ്ഥിരത കൈവരിക്കുന്നത്. എന്താണ് ഈ രാസബന്ധനം? രാസബന്ധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തന്മാത്രയിലെ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഫലത്തെയാണ് നമ്മൾ രാസബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു തന്മാത്രയിൽ അതിലെ ആറ്റങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ഒരു ഫലം, ആ ഒരു ഫലത്തെയാണ് നമ്മൾ രാസബന്ധനം എന്ന് പറയുന്നത്. ഈ ഒരു രാസബന്ധനത്തിലൂടെയാണ് ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നത്? സ്ഥിരത കൈവരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ ടൈപ്പിൽ ഉണ്ട് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് അയോണിക ബന്ധനമാണ്. എന്താണ് അയോണിക ബന്ധനം? അയോണിക് ബോണ്ടിങ് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഓക്കെ, എന്താണ് അയോണിക ബന്ധനം നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, ഇവിടെ അതിന് മുന്നേ ജസ്റ്റ് ഈ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കാം. മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി അവലംബിച്ചത് ആരാണ്? ഗിൽബർട്ട് ആൻഡ് ലൂയിസ് ആണ്. ഓക്കെ, അപ്പൊ ബോർ ആറ്റം മാതൃക അല്ലാതെ മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചിത്രീകരിക്കും. ആ ഒരു രീതി ആദ്യമായിട്ട് അവലംബിച്ചത് ആരാണ്? ഗിൽബർട്ട് ആൻഡ് ലൂയിസ് ആണ്. ആരാണ്? ഗിൽബർട്ട് ആൻഡ് ലൂയിസ് ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ രസതന്ത്രജ്ഞനാണ്. അപ്പൊ ഗിൽബർട്ട് ആൻഡ് ലൂയിസ്, ആ ഒരു പേര് ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു കുത്തുകൾക്ക് പുറമെ ഗുണന ചിഹ്നങ്ങളും അവിടെ ഉപയോഗിക്കാം. നമുക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു രീതി. ഇപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 1 ഇതിന്റെ പ്രത്യേകത അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമേ റെപ്രസെന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ അവസാനത്തെ ഷെല്ലിൽ എത്രയാണ്? 1 ആണുള്ളത്. അപ്പൊ ഇവിടെ ഒരു കുത്തിടും. ഇനി ഇവിടെ നോക്കിയേ ക്ലോറിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്രയാണ് വരുന്നത്? 7 ഇലക്ട്രോണുകളാണ് വരുന്നത്. അപ്പൊ ക്ലോറിന് ചുറ്റും എത്ര കുത്തിടും? 7 കുത്തിടും. അപ്പൊ ഈ ഒരു രീതി കൊണ്ടുവന്ന ആളാണ് ആര്? ഗിൽബർട്ട് ആൻഡ് ലൂയിസ്. ആരാണ്? ഗിൽബർട്ട് ആൻഡ് ലൂയിസ്. അപ്പൊ മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് രേഖപ്പെടുന്നത്. അപ്പൊ മൂലകത്തിന്റെ
പ്രതീകത്തിന് ചുറ്റും, മൂലകത്തിന്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, രേഖപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താ പഠിക്കാൻ പോകുന്നത്, അയോണിക ബന്ധനത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സോഡിയം ക്ലോറൈഡ് അപ്പൊ സോഡിയം ക്ലോറിനും തമ്മിൽ കൂടിച്ചേരാണ്. അപ്പൊ സോഡിയത്തിന്റെ അവസാനത്തെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2, 8, 1 എന്നാണ് കിട്ടുക അല്ലെ. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരുന്നത്, 1 ആണ് വരുന്നത്. ഇനി ക്ലോറിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 2, 8, 7 എന്നാണ് കിട്ടുക. അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക, 7 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അപ്പൊ സോഡിയത്തിന്റെ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഇതിന് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിക്കണമെങ്കിൽ എത്ര ഇലക്ട്രോൺ ആവശ്യമുണ്ട്, 7 ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഈ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. അപ്പൊ ഏതാണ് ഈസി മെത്തേഡ്, 1 ഇലക്ട്രോണിനെ കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ 7 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതാണോ? അപ്പൊ ഇതിന് 7 ഇലക്ട്രോൺ കൊടുക്കാൻ ആരെങ്കിലും വേണ്ടേ, അങ്ങനെ ആരെങ്കിലും 7 ഇലക്ട്രോൺ കൊടുക്കുവോ, ഇല്ല. അപ്പൊ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഈസി ആയ മെത്തേഡ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇത് എന്ത് ചെയ്യും, സോഡിയം സ്ഥിരതയുള്ളതാവും, കാരണം 2, 8 എന്നായിട്ട് മാറും ഇലക്ട്രോൺ വിന്യാസം. ഇനി ക്ലോറിന്റെ കേസിലാണെങ്കിൽ അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ 7 ഇലക്ട്രോൺ ആകുമ്പോൾ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിക്കണമെങ്കിൽ അതിന് എന്ത് വേണം, 1 ഇലക്ട്രോണും കൂടെ വേണം. അപ്പൊ അത് എന്ത് ചെയ്യും, 1 ഇലക്ട്രോൺ സ്വീകരിക്കും. അപ്പൊ സോഡിയം കൊടുക്കുന്ന 1 ഇലക്ട്രോണിനെ ആര് സ്വീകരിക്കും, ക്ലോറിൻ സ്വീകരിക്കും. അപ്പൊ ഇവർ രണ്ടുപേർക്കും എന്തുള്ളതായി മാറും, സ്ഥിരതയുള്ളവരായി മാറും. അപ്പൊ അതാണ്, അങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് രൂപീകരണം നടക്കുന്നത്. ഓക്കെ, അപ്പൊ സോഡിയം 2, 8, 1 എന്നാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ഇനി ക്ലോറിനുമായിട്ട് കൂടി ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു, 2, 8 എന്നുള്ള രീതിയിൽ ഇലക്ട്രോൺ വിന്യാസമായി മാറുന്നു. അതായത് 1 ഇലക്ട്രോണിന് എന്ത് ചെയ്യുന്നു, വിട്ടുകൊടുക്കുന്നു. ക്ലോറിൻ എന്ത് ചെയ്യുന്നു, 1 ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. അപ്പൊ 2, 8, 8 എന്നുള്ള രീതിയിലായി മാറുന്നു. ഇനി എന്താണ് ഈ ഒരു പോസിറ്റീവ്, പ്ലസ് ചിഹ്നം, ഇവിടെ ഒരു മൈനസ് ചിഹ്നവും കാണുന്നുണ്ടല്ലോ, അതെന്താണ്, അതായത് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പം ആ ഒരു ആറ്റം എന്തായിട്ട് മാറും, പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, അയോണുകളായിട്ട് മാറും. അപ്പൊ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, പോസിറ്റീവ് അയോണുകളായിട്ട് മാറും. അയോണുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോൺ സ്വീകരിക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, നെഗറ്റീവ് അയോണുകളായിട്ട് മാറും. ഓക്കെ, അപ്പൊ എന്താണ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു ആറ്റത്തിന് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം എന്താണ്, സെയിം ആണ് അല്ലെ. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആറ്റത്തിന് ചാർജ് ഉണ്ടാവുന്നില്ല. കാരണം ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ രണ്ടും സെയിം ആവുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ചാർജ് ഉണ്ടാവുന്നില്ല. ഇനി 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണം ഒന്ന് കുറയുന്നു അല്ലെ, ഇലക്ട്രോണിന്റെ എണ്ണം കുറയുന്നു. അപ്പം പ്രോട്ടോണിന്റെ എണ്ണം അവിടെ എന്തുണ്ടാവും, ഒരു പ്രോട്ടോൺ അവിടെ എക്സ്ട്രാ ഉണ്ടാവില്ലേ. അപ്പൊ ഇലക്ട്രോണും പ്രോട്ടോണും തുല്യമാണ്. അപ്പൊ ഒരു ഇലക്ട്രോൺ പോകുമ്പോൾ ഒരു പ്രോട്ടോണിന്റെ എണ്ണം അവിടെ അധികം ഉണ്ടാവും. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പൊ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവില്ലേ. അങ്ങനെയാകുമ്പോൾ സോഡിയത്തിന്റെ ചാർജ് എന്തായിട്ട് മാറും, പോസിറ്റീവ് ആയിട്ട് മാറും. സോഡിയത്തിന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ട് മാറും. ക്ലിയർ ആയോ, എങ്ങനെയാണ് ഇവിടെ പോസിറ്റീവ് വരുന്നതെന്ന് മനസ്സിലായോ? അതായത് സോഡിയത്തിനകത്ത് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് പോയി. അപ്പൊ ഇവിടെ എക്സ്ട്രാ എന്തുണ്ടാവും, സോഡിയത്തിനകത്ത് ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ ഉണ്ടാവും. അതാണ് സോഡിയത്തിന്റെ പോസിറ്റീവ് ചാർജ് ആയിട്ട് വരുന്നത്. ഇനി ക്ലോറിന്റെ കേസ് എടുക്കുമ്പോൾ എന്താണ്, ക്ലോറിൻ 7 ഇലക്ട്രോൺ, 1 ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് ഇതിന് എക്സ്ട്രാ വരികയാണ് ചെയ്യുന്നത്. അതാണ് ക്ലോറിന്റെ നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ ഇത് പോസിറ്റീവ് അയോൺ ആണ്, ഇത് നെഗറ്റീവ് അയോൺ ആണ്. അപ്പൊ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും രണ്ടും വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, ഇവ തമ്മിൽ ആകർഷിക്കും. വ്യത്യസ്ത അയോണുകൾ ആയതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ ആകർഷിക്കും. അപ്പൊ അയോണുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അയോണിക ബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അയോണിക ബന്ധനം എന്ന് പറയുമ്പോൾ അയോണുകൾ തമ്മിലുള്ള ബന്ധനമാണ്. എങ്ങനെയാണ് ഇത് അയോണുകൾ ആവുന്നത്, ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, വിട്ടുകൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, അയോണുകളായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ക്ലിയർ ആണോ, ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ, അയോണിക ബന്ധനം എന്താണെന്ന് ക്ലിയർ ആണോ? അപ്പൊ ഇത് ജസ്റ്റ് ഈ ഒരു ചിത്രം നോക്കി തന്നെ നമുക്കത് പറയാൻ പറ്റും. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. രാസപ്രവർത്തനത്തിന് മുൻപ് സോഡിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്, 2, 8, 1 ആണ്. 2, 8, 1 ആണ് അല്ലെ, 2, 8, 1 ആണ്. ഇനി രാസപ്രവർത്തനത്തിന് ശേഷം അത് എന്തായിട്ട് മാറും, 2, 8 ആയിട്ട് മാറും. 2, 8 ആയിട്ട് മാറും. ഇനി ഇലക്ട്രോണിന്റെ എണ്ണം, സോഡിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺ വരുന്നുണ്ട്, 11 ഇലക്ട്രോൺ വരുന്നുണ്ട്. 11 ഇലക്ട്രോൺ വരുന്നുണ്ട്. രാസപ്രവർത്തനത്തിന് ശേഷം എത്ര ഇലക്ട്രോണേ വരൂ, 10 ഇലക്ട്രോണേ വരൂ. ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്തു, വിട്ടുകൊടുത്തു. അപ്പൊ 10 ഇലക്ട്രോണേ വരൂ. ഇനി പ്രോട്ടോണിന്റെ എണ്ണം, ഇലക്ട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ടായിരിക്കും. ഇവിടെ എന്തെന്നെ ഉണ്ടാവും, 11 പ്രോട്ടോൺ ഉണ്ടാവും. കാരണം പ്രോട്ടോണിനെ വിട്ടുകൊടുത്തിട്ടില്ലല്ലോ, വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെയുള്ള ചാർജ്, ആറ്റത്തിന്റെ ചാർജ് എന്താണ്, 0 ആണ്. ഇവിടെയുള്ള ചാർജ് 0 ആണ്. ഇവിടെ നോക്കിയേ, ഇലക്ട്രോണിന്റെ എണ്ണം 10 ആണ്, പ്രോട്ടോണിന്റെ എണ്ണം 11 ആണ്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ചാർജ് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും.
ഓക്കെ, ഇനി അതേപോലെ തന്നെ ക്ലോറിൻ നിങ്ങൾക്ക് പൂരിപ്പിക്കാലോ. ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക? ക്ലോറിൻ രാസപ്രവർത്തനത്തിന് മുൻപ് അല്ലെ, ഇപ്പൊ 2, 8, 7 വരും. 2, 8, 7 വരും. ഇനി രാസപ്രവർത്തനത്തിന് ശേഷം എന്തായിട്ട് മാറും? 2, 8, 8 വരും. 2, 8, 8 വരും. ഇനി ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ 17 അല്ലെ, 17 ഇലക്ട്രോണുകളാണ് ഇവിടെ വരുന്നത്. രാസപ്രവർത്തനത്തിന് ശേഷം ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായി? 18 ആവും അല്ലെ, 18 ഇലക്ട്രോണുകളാവും. ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇനി പ്രോട്ടോണിന്റെ എണ്ണം ഇവിടെ എന്തെന്നെയാണ്? 17 ആണ്. ഇവിടെ എന്തെന്നെയാണ്? 17 ആണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആണ് കൂടുതലുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ചാർജ് എന്തെന്നെയാണ്? 0 ആണ്. ഇവിടെ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോണിന്റെ എണ്ണമാണ് കൂടുതലുള്ളത്. അപ്പൊ എന്തുണ്ടാവും? ഒരു നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അയോണിക ബന്ധനം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇലക്ട്രോൺ വിട്ടുകൊടുത്ത ആറ്റം ഏതാണ്? സോഡിയം ആണ്. എത്ര ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുത്തത്? ഒരു ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുത്തത്. ഇലക്ട്രോൺ സ്വീകരിച്ച ആറ്റം ഏതാണ്? ക്ലോറിൻ ആണ്. എത്ര ഇലക്ട്രോൺ സ്വീകരിച്ചു? ഒരു ഇലക്ട്രോൺ ആണ് സ്വീകരിച്ചത്. ആറ്റങ്ങൾക്ക് ചാർജ് ലഭിച്ചു കഴിഞ്ഞാൽ അവ എന്ത് പേരിൽ അറിയപ്പെടും? അയോണുകൾ എന്ന് അറിയപ്പെടും. ഇനി സോഡിയം ക്ലോറൈഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ഇലക്ട്രോൺ കൈമാറ്റത്തിന്റെ ഒരു സമവാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. സോഡിയം എന്തായിട്ട് മാറുന്നു? ഒരു സോഡിയം അയൺ അല്ലെ, സോഡിയം പോസിറ്റീവ് അയൺ ആയിട്ട് മാറുന്നു. പിന്നെ ഒരു 1 ഇലക്ട്രോൺ ഉണ്ടാവും. ആ 1 ഇലക്ട്രോൺ ക്ലോറിൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ക്ലോറിൻ നെഗറ്റീവ് അയൺ ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു സമവാക്യം ഓർത്തു വെക്കാം. അപ്പൊ സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് എന്തായിട്ട് മാറുന്നു? സോഡിയം അയോൺ അല്ലെ, സോഡിയം അയോൺ ആയിട്ട് മാറുന്നു. അപ്പൊ സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് സോഡിയം അയോൺ ആയിട്ട് മാറുന്നു. പോസിറ്റീവ് അയോണുകളെ എന്ത് പറയുന്നുണ്ട്? കാറ്റയോൺ എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് അയോണുകൾ എന്താ പറയാ? കാറ്റയോണുകൾ എന്ന് പറയുന്നു. ഇനി ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറുന്നു. ഈ നെഗറ്റീവ് അയോണുകളെ നമ്മൾ എന്ത് പറയുന്നു? ആനയോണുകൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് പോസിറ്റീവ് അയോണുകൾ, എന്താണ് നെഗറ്റീവ് അയോണുകൾ നമ്മൾ പറഞ്ഞു. ആ പോസിറ്റീവ് അയോണുകളെ നമ്മൾ കാറ്റയോണുകൾ എന്ന് പറയുന്നു. നെഗറ്റീവ് അയോണുകളെ നമ്മൾ എന്ത് പറയുന്നു? ആനയോണുകൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് കാറ്റയോൺ, എന്താണ് ആനയോൺ? ക്ലിയർ ആണല്ലോ. അപ്പൊ കാറ്റയോണുകൾ പോസിറ്റീവ് അയണുകളാണ്. പോസിറ്റീവ് അയണുകൾ ആകുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പോസിറ്റീവ് അയണുകളായിട്ട് മാറും. ഇലക്ട്രോണിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അയണുകളായിട്ട് മാറും. അപ്പൊ നെഗറ്റീവ് അയണുകൾക്ക് പറയുന്ന മറ്റൊരു പേര് ആനയോൺ. ഓക്കെ, അപ്പൊ ഈ പ്രവർത്തനത്തിലൂടെ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ബാഹ്യതമ ഷെല്ലിൽ എന്ത് ചെയ്തു? അഷ്ടക പൂർത്തീകരണം വഴി സ്ഥിരത കൈവരിക്കുന്നു. അപ്പൊ ഇപ്രകാരം ഉണ്ടാകുന്ന വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? വൈദ്യുതാകർഷണത്തിൽ ഏർപ്പെടുകയും അവയെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. ഇത്തരം ബന്ധനത്തെ നമ്മൾ എന്ത് പറയുന്നു? അയോണിക ബന്ധനം എന്ന് പറയുന്നു. ഇപ്പൊ സോഡിയം ക്ലോറൈഡിൽ എന്താണ്? അയോണിക ബന്ധനമാണുള്ളത്. ഇലക്ട്രോൺ കൈമാറ്റം മൂലമുണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണ് ഏത്? അയോണിക ബന്ധനം. കൈമാറ്റം മൂലം ഉണ്ടാകുന്ന രാസബന്ധനമാണ് അയോണിക ബന്ധനം. വിപരീത ചാർജുകളുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണമാണ് അയോണിക ബന്ധനത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാനുള്ളതാണ്. മാഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാനാണ്. അപ്പൊ മാഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മാഗ്നീഷ്യം ഓക്സൈഡ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ ആണ്. എത്രയാണ് മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ? 12 ആണ് അല്ലെ. മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക നമ്പർ 12 ആണ്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതാം? 2, 8, 2 എന്നുള്ള രീതിയിൽ എഴുതും. 2, 8, 2 എന്നുള്ള എഴുതും. ഇനി ഓക്സിജന്റെ കേസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ ഓക്സിജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 8 ആണ് അല്ലെ. ഓക്സിജന്റെ 8 ആണ്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ 2, 6 എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മാഗ്നീഷ്യത്തിന്റെ കേസിൽ ഇത് മാഗ്നീഷ്യം ആണ്. അപ്പൊ മാഗ്നീഷ്യത്തിന്റെ കേസിൽ അവസാനത്തെ ഷെല്ല് വരുന്ന എത്രയാണ്? 2 ആണ് വരുന്നത്. ഓക്സിജന്റെ കേസിൽ അവസാനത്തെ 6 ആണ്. അപ്പൊ ഇവിടെ അഷ്ടകം ഇലക്ട്രോൺ വിന്യാസം പൂർത്തീകരിക്കണമെങ്കിൽ ഇവിടെ എത്ര വേണം? 6 ഇലക്ട്രോൺ വേണം. അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം. ഏതാ സുഖം? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതാണ് സുഖം. ഇവിടെ ആണെങ്കിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ 2 ഇലക്ട്രോൺ സ്വീകരിക്കുന്നതാണ് സുഖം. ഓക്കെ, അപ്പൊ ഈ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുമ്പോൾ മാഗ്നീഷ്യത്തിന്റെ ചാർജ് എന്തായിട്ട് മാറും? 2 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലെ. 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ അവിടെ പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ 2 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇനി ഇവിടെ ആണെങ്കിൽ എന്ത് വരും? ഓക്സിജന്റെ കേസിലാണെങ്കിൽ എന്ത് വരും? 2 നെഗറ്റീവ് ചാർജ് ആണ് വരിക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. മാഗ്നീഷ്യം 2, 8, 2 ആണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2, 6 ആണ്. അതെന്ത് ചെയ്യുന്നു? മാഗ്നീഷ്യം ഓക്സൈഡ് ആവുമ്പോൾ 2+, ഇവിടെ മാഗ്നീഷ്യം 2+ ആവുന്നു, ഓക്സിജൻ 2- ആവുന്നു. ക്ലിയർ ആണല്ലോ അത്. ഇതാണ് അയോണിക ബന്ധനം. അയോണുകളായിട്ട് മാറുകയാണ്. മാഗ്നീഷ്യം അയോണുകളായിട്ട് മാറുകയാണ്. മാഗ്നീഷ്യം ഓക്സിജനും അയോണുകളായിട്ട് മാറുന്നു. അപ്പൊ മാഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിൽ ഉണ്ടാവുന്ന രാസബന്ധനം എന്ന് പറയുന്നത് ഏതാണ്? അയോണിക ബന്ധനമാണ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മാഗ്നീഷ്യം രാസപ്രവർത്തനത്തിന് മുമ്പുള്ള ഇലക്ട്രോൺ വിന്യാസം ഏതാണ്? 2, 8, 2 ആണ്.
രാസപ്രവർത്തനത്തിന് ശേഷം അത് എന്തായിട്ട് മാറും? 2നെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 2, 8 എന്നുള്ള രീതിയിലായിട്ട് മാറും. ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? ഇവിടെ 12 എണ്ണമാണ്. ഇലക്ട്രോണിന്റെ എണ്ണം വരിക 12 എണ്ണമാണ്. പ്രോട്ടോണിന്റെ എണ്ണം എന്ത് തന്നെയായിരിക്കും? 12 തന്നെയായിരിക്കും. എന്നാൽ രാസപ്രവർത്തനത്തിന് ശേഷം ഇലക്ട്രോണിന്റെ എണ്ണം എന്തായിരിക്കും? 10 ആയിരിക്കും. ഇവിടെ പ്രോട്ടോണിന്റെ എണ്ണം എന്തായിരിക്കും? 12 ആയിരിക്കും. അവിടെ ചാർജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 അല്ലെ, 2+ അല്ലെ, 2+. 2 പോസിറ്റീവ് ചാർജ് ആണ് ഇവിടെ ഉണ്ടാവുക. 2 പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓക്സിജന്റെ ഈ ഒരു ബോക്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യല്ലോ. അപ്പൊ രാസപ്രവർത്തനത്തിന് മുമ്പ് അല്ലെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2, 6 ആണ്. രാസപ്രവർത്തനത്തിന് ശേഷം 2, 8 ആയിരിക്കും. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണം രാസപ്രവർത്തനത്തിന് മുൻപ് എത്ര ഉണ്ട്? 10 ഇലക്ട്രോൺ ആണുള്ളത്. സോറി, 8 ഇലക്ട്രോൺ ആണുള്ളത്. എന്നാൽ രാസപ്രവർത്തനത്തിന് ശേഷം അത് 10 ഇലക്ട്രോൺ ആയിട്ട് മാറി. പ്രോട്ടോണിന്റെ എണ്ണം 2ലും എത്ര തന്നെയാണ് വരിക? 8 ആണ് വരിക. രാസപ്രവർത്തനത്തിന് മുമ്പ് 8 തന്നെയാണ്, രാസപ്രവർത്തനത്തിന് ശേഷവും 8 തന്നെയാണ്. അവിടെ ഉണ്ടാകുന്ന ചാർജ് എന്താണ്? 2 നെഗറ്റീവ് ചാർജ് ആണ്. 2 നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ. അപ്പം സ്ഥിരത കൈവരിച്ചപ്പോൾ മാഗ്നീഷ്യത്തിന്റെയും ഓക്സിജന്റെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിലുണ്ടായ മാറ്റം ശ്രദ്ധിക്കുക. മാഗ്നീഷ്യവും ഓക്സിജനും സ്ഥിരത കൈവരിച്ചത് എങ്ങനെയാണ്? ഇപ്പൊ ഈ ഒരു സ്ഥിരത കൈവരിച്ചത് ഈ ഒരു അയോണിക ബന്ധനം വഴിയാണ്. ഓക്കെ. അപ്പൊ മാഗ്നീഷ്യം ഓക്സൈഡിലേത് ഏതാണ്? അയോണിക ബന്ധനമാണ്. മാഗ്നീഷ്യം ഓക്സൈഡിലേത് ഏതാണ്? അയോണിക ബന്ധനമാണ്. അപ്പൊ സോഡിയം ക്ലോറൈഡ് അയോണിക ബന്ധനമാണ്. മാഗ്നീഷ്യം ഓക്സൈഡ് ഏതാണ്? അയോണിക ബന്ധനമാണ്. അതുപോലെ തന്നെ സോഡിയം ഓക്സൈഡ്, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. സോഡിയം ഓക്സൈഡ്, സോഡിയം ഓക്സൈഡ് Na2O. അപ്പൊ സോഡിയം ഓക്സൈഡ് Na2 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. നൈട്രജൻ, സോഡിയം ഓക്സൈഡ് ആണ്. സോഡിയം ഓക്സൈഡ്. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2, 8, 1 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനാണ് ഇതിന് ഇഷ്ടം ഉണ്ടാവുക അല്ലെ. അപ്പൊ ഓക്സിജൻ എഴുതുമ്പോൾ നമ്മൾ 2, 6 ആണ് വരിക. ഇവിടെ പക്ഷെ 2 ഇലക്ട്രോൺ ആവശ്യമുണ്ട്. ഓക്കെ. അപ്പൊ 2 ഇലക്ട്രോൺ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് 2 സോഡിയം വരുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോൺ, ഒരു സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോൺ ഇന്ന് എടുക്കും. അതുപോലെ തന്നെ ഈ ഒരു സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോൺ ഇവിടെ എടുക്കും. അങ്ങനെയാണ്. അപ്പൊ സോഡിയം എന്തായിട്ട് മാറും? ഒരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ഇവിടെ ഈ സോഡിയം ഒരു പോസിറ്റീവ് അയോൺ ആയിട്ട് മാറും. ഓക്സിജൻ എന്താവും? 2 നെഗറ്റീവ് അല്ലെ, 2 നെഗറ്റീവ് ഉള്ള നെഗറ്റീവ് അയോൺ ആയിട്ട് മാറും ഓക്സിജൻ. നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതാണ് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ സോഡിയം ഓക്സൈഡിലേതും ഏത് തന്നെയാണ്? അയോണിക ബന്ധനം തന്നെയാണ്. അതുപോലെ തന്നെ സോഡിയം ഫ്ലോറൈഡ്, മാഗ്നീഷ്യം ഫ്ലോറൈഡ്, ഇതൊക്കെ എന്താണ്? അയോണിക ബന്ധനമാണ്. അതൊന്ന് നോക്കി നോക്കട്ടോ. അപ്പൊ നിങ്ങൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുക. അപ്പൊ എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട് എന്ന് നോക്കുക, എത്ര ഇലക്ട്രോൺ സ്വീകരിക്കുന്നുണ്ട് എന്ന് നോക്കുക. അതിനനുസരിച്ച് ആ ഒരു ചാർജും എഴുതി നോക്കാം. ഓക്കെ. അപ്പൊ അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ അയോണിക സംയുക്തങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ എന്ന് പറയുന്നു? അയോണിക സംയുക്തങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ അയോണിക സംയുക്തങ്ങൾക്ക് ഉദാഹരണമാണ് സോഡിയം ക്ലോറൈഡ്, മാഗ്നീഷ്യം ഓക്സിജൻ, സോഡിയം ഫ്ലൂറൈഡ്, മാഗ്നീഷ്യം ഫ്ലൂറൈഡ്. ഇതൊക്കെ എന്താണ്? അയോണിക സംയുക്തങ്ങളാണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സഹസംയോജക ബന്ധനമാണ്. സഹസംയോജക ബന്ധനം, കോവാലന്റ് ബോണ്ടിങ്. ഇംഗ്ലീഷും കൂടെ ഓർത്ത് വെക്കണേ. കോവാലന്റ് ബോണ്ടിങ്, സഹസംയോജക ബന്ധനം, കോവാലന്റ് ബോണ്ടിങ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ മുതലായവ ദ്വയാറ്റോമിക തന്മാത്രകളാണ്. നമുക്കറിയാം ദ്വയാറ്റോമിക തന്മാത്രകളാണ് ഏതൊക്കെ? ഈ ഫ്ലൂറിൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഇതൊക്കെ എന്താണ്? ദ്വയാറ്റോമിക തന്മാത്രകളാണ്. ഓക്കെ. ഇനി ഇവിടെ നമുക്കൊരു ഫ്ലൂറിന്റെ ആറ്റത്തിന്റെ ബോർ മാതൃക കൊടുത്തിട്ടുണ്ട്. ഫ്ലൂറിന്റെ ആറ്റത്തിന്റെ ബോർ മാതൃക കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ് അല്ലെ. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 9 ആണ്. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാ വരിക? 2, 7. ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ അഷ്ടക ഇലക്ട്രോൺ സംവിധാനം ലഭിക്കാൻ ഒരു ഫ്ലൂറിൻ ആറ്റത്തിന് എത്ര ഇലക്ട്രോൺ കൂടി വേണം? അവിടെ ഒരു ഇലക്ട്രോൺ കൂടെ വേണം. ഒരു ഫ്ലൂറിൻ ആറ്റം, ഫ്ലൂറിൻ നമ്മൾ പറഞ്ഞു തന്മാത്രയാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? F2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. F2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ പറഞ്ഞു ദ്വയാറ്റോമികമാണ്. അപ്പൊ F2 എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഒരു ഫ്ലൂറിൻ ആറ്റം മറ്റൊരു ഫ്ലൂറിൻ ആറ്റത്തിന് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ടോ? അപ്പൊ F2 എന്ന് എടുക്കുമ്പോൾ 2F. അപ്പൊ 2F എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുവോ? ഇല്ല. അങ്ങനെയാകുമ്പോൾ ഇവ എങ്ങനെയാണ് നമ്മൾ സ്ഥിരത കൈവരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ചിത്രം നോക്കി പറയാം. നോക്കിയേ, ഈ ഫ്ലൂറിന് ബാഹ്യതമ ഷെല്ലിൽ എത്ര വരുന്നത്? 7 ഇലക്ട്രോൺ ആണ് വരുന്നത്. ഇവിടെയും 7 ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തോണ്ട് അവിടെ കാര്യം ഉണ്ടാവുന്നില്ല അല്ലെ. അപ്പൊ ഒരു ഇലക്ട്രോൺ ഇവിടെ വിട്ടുകൊടുത്തോണ്ട് കാര്യമില്ല. അപ്പൊ ഇവ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോൺ ഇവ എന്ത് ചെയ്യും? പങ്കുവെക്കും. അതായത് ഇതിന്റെ ഒരു ഇലക്ട്രോൺ ഇതിനും കൊടുക്കും, ഇതിന്റെ ഒരു ഇലക്ട്രോൺ ഇതിനും കൊടുക്കും. രണ്ടുപേരും പങ്കുവെക്കും, രണ്ടുപേരും എടുക്കും. അപ്പൊ അതാണ് അത്. ഒരു ജോഡി ഇലക്ട്രോണുകൾ ഇവിടെ എന്ത് ചെയ്യും? പങ്കുവെക്കപ്പെടും. ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കപ്പെടും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നേരത്തേത് കൈമാറ്റം ചെയ്യുകയാണ്. ഇവിടെയാണെങ്കിൽ എന്താണ്? പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അവ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യും?
പങ്കുവയ്ക്കൽ നടക്കും. ഓക്കെ, അപ്പൊ ഫ്ലൂറിൻ തന്മാത്ര രൂപീകരണത്തിൽ ഇലക്ട്രോൺ കൈമാറ്റമാണോ പങ്കുവയ്ക്കലാണോ നടക്കുന്നത്? ഇവിടെ പങ്കുവയ്ക്കലാണ്. എത്ര ഇലക്ട്രോണിനെയാണ് പങ്കുവയ്ക്കുന്നത്? നമ്മൾ ജോഡിയായിട്ടാണ് പറയാം. ഒരു ജോഡി ഇലക്ട്രോൺ ഇവിടെ എന്ത് ചെയ്യും? പങ്കുവയ്ക്കപ്പെടും. അപ്പോൾ എത്ര ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചു? ഇവിടെ ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവച്ചു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ പങ്കുവയ്ക്കൽ മൂലമുണ്ടാകുന്ന രാസബന്ധനത്തെ നമ്മൾ എന്ത് പറയുന്നു? സഹസംയോജക ബന്ധനം എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ ഇത് വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയാണ് ചെയ്തതെങ്കിൽ ഇവിടെ എന്താണ്? പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ജോഡി ഇലക്ട്രോൺ ആണ് പങ്കുവെച്ചത്. അപ്പൊ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒരു വരയിടാം, എഫ് കഴിഞ്ഞിട്ട് ഒരു വരയിട്ടിട്ട് എഫ്, ഇതാണ് നമ്മൾ പറയുക. ഇതിനെ നമ്മൾ എന്ത് പറയും? ഏകബന്ധനം എന്ന് പറയും. ഒരു ജോഡി ഇലക്ട്രോണുകളാണ് പങ്കുവെച്ചതെങ്കിൽ അവിടെ നമ്മൾ എന്ത് പറയും? ഏകബന്ധനം എന്ന് പറയും. ഇനി രണ്ട് ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചിട്ടുണ്ട്. രണ്ട് ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുകയാണെങ്കിൽ അവിടെ എന്ത് പറയും? ദ്വിബന്ധനം എന്ന് പറയും. രണ്ട് ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നെങ്കിൽ അവിടെ എന്ത് പറയും? ദ്വിബന്ധനം എന്ന് പറയും. ഇനി മൂന്ന് ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് പറയും? ത്രിബന്ധനം എന്ന് പറയും. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമുക്ക് അതിനുള്ള എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫ്ലൂറിന്റെ കേസ് മനസ്സിലായല്ലോ. ഫ്ലൂറിന്റെ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണ് വരുന്നത്. അപ്പൊ രണ്ട് ഫ്ലൂറിൻ എടുക്കും, അവിടെ എന്ത് ചെയ്യും? അവ തമ്മിൽ ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കപ്പെടും. ഓക്കെ, ഇനി നമുക്ക് ഓക്സിജൻ നോക്കാം. ഓക്സിജന്റെ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2 6 ആണ് അല്ലെ? 2 6 ആണ്. അപ്പൊ നമ്മൾ ഒരു ഓക്സിജൻ ഇവിടെ എടുത്തു. അപ്പൊ ഇതിന്റെ ബാഹ്യതമ ഷെല്ലിൽ എത്ര ഉണ്ടാവും? 1 2 3 4 5 ഓക്സിജൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെ? 6 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പം 1 2 3 4 5 6 ഇലക്ട്രോൺ ഉണ്ടാവും. അതുപോലെ തന്നെ O2 എടുക്കുമ്പോൾ ഒരു ഓക്സിജനും കൂടെ ഉണ്ടാവും. അതിനും അതേപോലെ തന്നെ എന്തുണ്ടാവും? 6 ഇലക്ട്രോൺ അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന് അഷ്ടകല 8 ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവണമെങ്കിൽ ഇതിന് എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ വേണം. അപ്പൊ ഇവ തമ്മിൽ എന്ത് ചെയ്യും? 2 ഇലക്ട്രോൺ വെച്ചിട്ട് ഇവ തമ്മിൽ എന്ത് ചെയ്യും? പങ്കുവയ്ക്കും. അതായത് 2 ജോഡി ഇലക്ട്രോണുകൾ ഇവിടെ എന്ത് ചെയ്യും? പങ്കുവയ്ക്കപ്പെടും അല്ലെ? അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഈ ഒരു ഓക്സിജൻ 8 ഇലക്ട്രോൺ വരൂ. ഇതിനും ഒരു 8 ഇലക്ട്രോൺ വരണമെങ്കിൽ ഇവിടുത്തെ 2 എണ്ണം വേണം. അപ്പൊ 2 ഇലക്ട്രോൺ വെച്ചിട്ട് പങ്കുവയ്ക്കപ്പെടും. അപ്പൊ ഇവിടെ 2 ജോഡി ഇലക്ട്രോണുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ പങ്കുവയ്ക്കപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വിബന്ധനം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൃത്യമായി നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡയഗ്രം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഇലക്ട്രോണുകളാണ്. ഇനി നൈട്രജന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇലക്ട്രോൺ ആറ്റോമിക് നമ്പർ എത്രയാണ്? നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ് അല്ലെ? 7 ആണ് നൈട്രജന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2 5 എന്നുള്ള രീതിയിലാണ് വരിക. 2 5, അവസാനത്തെ ഷെല്ലിൽ 5 ആണ്. അപ്പൊ അത് 8 ആവണമെങ്കിൽ അവിടെ 3 ഇലക്ട്രോൺ ആവശ്യം ഉണ്ടാവും. അപ്പൊ 3 ജോഡി ഇലക്ട്രോണുകൾ ഇവിടെ എന്ത് ചെയ്യും? പങ്കുവയ്ക്കപ്പെടും. അപ്പൊ ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? ത്രിബന്ധനത്തിനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഫ്ലൂറിൻ എന്ന് പറയുമ്പോൾ അത് ഏകബന്ധനമാണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ അത് ദ്വിബന്ധനമാണ്. നൈട്രജൻ എന്ന് പറയുമ്പോൾ അത് എന്താണ്? ത്രിബന്ധനമാണ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജന രണ്ട് ജോഡി. ഓക്കെ, അപ്പൊ 2 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജന ബന്ധത്തെ നമ്മൾ എന്ത് പറയും? ദ്വിബന്ധനം എന്ന് പറയുന്നു. 3 ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചുണ്ടാകുന്ന സഹസംയോജന ബന്ധത്തെ നമ്മൾ എന്ത് പറയുന്നു? ത്രിബന്ധനം എന്ന് പറയുന്നു. നമ്മൾ പ്രതീകം ഉപയോഗിച്ചിട്ട് എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? O കഴിഞ്ഞിട്ട് 2 വര. ത്രിബന്ധനമാണെങ്കിൽ 3 വര. ഓക്കെ, ഇവിടെ ഏകബന്ധനത്തിന് ഇവിടെ പറയുന്നുണ്ട് ഒരു ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെച്ചതിനാൽ ഇതൊരു ഏകബന്ധനമാണ്. ഫ്ലൂറിന്റെ കേസിൽ ഏകബന്ധനമാണ്. അതിനെ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മൂലക തന്മാത്രകൾ ഫ്ലൂറിൻ F2 പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം നമ്മൾ പറഞ്ഞു. F2 എന്ന് പറയുമ്പോൾ അവിടെ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികൾ എത്രയാണ്? 1 ആണ്. അതുകൊണ്ട് ഇത് എന്താണ്? ഏകബന്ധനമാണ്. ഇനി ക്ലോറിൻ എന്ന് പറയുമ്പോൾ എന്താണ്? 17 ആണ്. അവസാനത്തെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എങ്ങനെ വരും? 2 പിന്നെ 8 7 ആണ് അല്ലെ? 7 ആണ് വരിക. അപ്പം ഒരു ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം എത്രയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇതും ഏകബന്ധനം തന്നെയായിരിക്കും. ഓക്സിജന്റെ കേസ് നമ്മൾ പറഞ്ഞു 2 ആണ് പങ്കുവെക്കുന്നത്. അപ്പൊ ഇത് ദ്വിബന്ധനമായിരിക്കും. നൈട്രജൻ ആണെങ്കിൽ അവിടെ എന്താണ്? 3 ആണ് പങ്കുവെക്കപ്പെടുന്ന ഇലക്ട്രോണുകൾ. അവിടെ എന്തായിരിക്കും? ത്രിബന്ധനമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരേ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ്. അപ്പൊ ഒരേ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സഹസംയോജക ബന്ധനത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന സഹസംയോജക ബന്ധനമാണ്. അതിനുള്ള എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്.
ഹൈഡ്രജൻ ക്ലോറൈഡ്. ഹൈഡ്രജന് എത്ര ഇലക്ട്രോൺ ഉണ്ട് ബാഹ്യതമ ഷെല്ലിൽ? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ക്ലോറിന്റെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 7 ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജന് സ്ഥിരത ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ ഹൈഡ്രജന് സ്ഥിരത ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? 2 ഇലക്ട്രോൺ വേണം. ഇനി ക്ലോറിന് എന്ത് ചെയ്യുന്നു? 7 വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവിടെ ക്ലോറിന് സ്ഥിരത ഉണ്ടാവണമെങ്കിൽ അവിടെ 8 ഇലക്ട്രോൺ വേണം. അപ്പൊ ഇവ എന്ത് ചെയ്യും? ഇവ പങ്കുവെക്കും. ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് ഇവ പങ്കുവെക്കും. ഒരു ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കും. അപ്പൊ ഇതെന്താണ്? സഹസംയോജക ബന്ധനമാണ്. അപ്പൊ പങ്കുവെക്കുന്ന ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം എത്രയാണ്? ഒരു ഇലക്ട്രോൺ ജോഡിയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ബന്ധനം ചിത്രീകരിക്കുക അല്ലെ? പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത് ഏകബന്ധനമാണ്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പൊ നമുക്ക് നോക്കാം. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? കാർബൺ 6 അല്ലേ? അറ്റോമിക് നമ്പർ 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ വരും. രണ്ടാമത്തെ ഷെല്ലിൽ എത്രയാണ് വരിക? 4 ഇലക്ട്രോൺ ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതിന് 8 ഇലക്ട്രോൺ പൂർത്തീകരിക്കണമെങ്കിൽ, അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെങ്കിൽ ഒന്നുകില്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം? 4 ഇലക്ട്രോണിനെ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഈ 4നെ ഒഴിവാക്കിയിട്ട് ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, അതും സ്ഥിരതയുള്ള രൂപം തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിലാക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതൊന്നും പോസിബിൾ അല്ല. അപ്പൊ 4നെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ 4നെ സ്വീകരിക്കാനൊന്നും പോസിബിൾ അല്ല. അപ്പൊ ഇവ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആറ്റങ്ങളെ പങ്കുവെക്കും. ആരുമായിട്ടാണ് പങ്കുവെക്കുന്നത്? ക്ലോറിനുമായിട്ടാണ് പങ്കുവെക്കുന്നത്. അപ്പൊ ക്ലോറിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്രയുള്ളൂ? 7 എണ്ണാണല്ലോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലോറിന്റെ അവസാനത്തെ ഷെല്ല് 7 എണ്ണാണ് വരിക. 5, 6, 7 എണ്ണാണ് വരിക. അപ്പൊ ഇതിന് എത്ര വേണം? ഒരു ഇലക്ട്രോൺ വേണം. അപ്പൊ ക്ലോറിന് ഇവിടെ കാർബണിന് 4 ആറ്റം കൊടുക്കാനുണ്ട്. 4 ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്. കാർബണിന് 4 ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്. അപ്പൊ ക്ലോറിന് ഒരു ഇലക്ട്രോൺ അല്ലേ ആവശ്യമുള്ളൂ. അപ്പൊ ഒരു ക്ലോറിനുമായിട്ട് എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോൺ ഒരു ക്ലോറിന് കൊടുക്കും. പിന്നെ എന്തുണ്ടാവും? 3 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ എത്ര ക്ലോറിന് ഇവിടെ ആവശ്യം ഉണ്ടാവും? 4 ക്ലോറിന് ഇവിടെ ആവശ്യം ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ 4 ഇലക്ട്രോണിന് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 4 ക്ലോറിന് ആവശ്യം ഉണ്ടാവും. അപ്പൊ നോക്കിയേ, കാർബണിന് എത്ര കിട്ടി? ഇതിന്റെയും അല്ലേ? കാർബണിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്രയാവും? 8 ഇലക്ട്രോൺ ആവും. ക്ലോറിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്രയാവും? 8 ഇലക്ട്രോൺ ആവും. ഓരോ ക്ലോറിന്റെ അവസാനത്തെ ഷെല്ലിൽ എന്താവും? 8 ഇലക്ട്രോൺ ആവും മാറും. ഓക്കെ, അപ്പൊ അതാണ് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പൊ കാർബൺ ആറ്റത്തിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോണുകൾ വേണം? അവിടെ 4 ഇലക്ട്രോണുകൾ വേണം. ക്ലോറിൻ ആറ്റത്തിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോണേ വേണ്ടു? ഒരു ഇലക്ട്രോണേ വേണ്ടു. അപ്പൊ കാർബണിന് അഷ്ടകം പൂർത്തിയാക്കാൻ എത്ര ക്ലോറിൻ ആറ്റവുമായിട്ട് സംയോജിക്കേണ്ടി വരും? ഒരു ക്ലോറിൻ ആറ്റവുമായിട്ട് സംയോജിച്ചു കഴിഞ്ഞാൽ അവിടെ അഷ്ടകം പൂർത്തിയാകോ? ഇല്ല. അത്തരത്തിലുള്ള എത്ര എണ്ണം വേണ്ടി വരും? 4 ക്ലോറിൻ ആറ്റം വേണ്ടി വരും. 4 ക്ലോറിൻ ആറ്റം വേണ്ടി വരും. അപ്പൊ കാർബൺ ടെട്രാക്ലോറൈഡ് തന്മാത്രയിൽ ഏതുതരം രാസബന്ധനത്തിനാണ് സാധ്യത? ഇത് ഏത് രാസബന്ധനമാണ്? സഹസംയോജക ബന്ധനമാണ്. ഇവിടെ നോക്കിയേ, ഈ ചിത്രം കണ്ടോ? കാർബൺ 4 4 ക്ലോറിൻ ഉണ്ടോ? അപ്പൊ ഓരോ ജോഡി ഇലക്ട്രോണായിട്ട് ക്ലോറിനുമായിട്ട് ഇങ്ങനെ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടതാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. ഓക്കെ, അപ്പൊ കാർബൺ ആറ്റം ഓരോ ക്ലോറിൻ ആറ്റവുമായി എത്ര ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നുണ്ട്? ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് അല്ലെ? ഓരോ ക്ലോറിൻ ആറ്റവുമായിട്ട് ഒരു ജോഡി ഇലക്ട്രോണുകളെയാണ് പങ്കുവെക്കുന്നത്. അപ്പൊ കാർബൺ ആറ്റം എല്ലാ ക്ലോറിൻ ആറ്റങ്ങളുമായിട്ട് ആകെ എത്ര ജോഡി ഇലക്ട്രോണുകളെ പങ്കുവെക്കുന്നുണ്ട്? 4 ജോഡി ഇലക്ട്രോൺ ആറ്റങ്ങളെ പങ്കുവെക്കുന്നുണ്ട്. അപ്പൊ ഓരോ ക്ലോറിനുമായിട്ട് ഒരു ജോഡി, അങ്ങനത്തെ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ 4 ജോഡി ഇലക്ട്രോണുകളെ എന്ത് ചെയ്യുന്നുണ്ട്? പങ്കുവെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ നമ്മൾ സഹസംയോജക സംയുക്തങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ സഹസംയോജക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? സഹസംയോജക സംയുക്തങ്ങൾ, കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നു. ഇനി ഇവിടെ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് ഇത്. അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായിട്ട് സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാവുന്നത്. അലോഹ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈഡ്രജൻ, ക്ലോറിൻ, കാർബൺ അതൊക്കെ എന്ത് ചെയ്യുന്നു? അലോഹ മൂലകങ്ങളാണ്. അപ്പൊ അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായിട്ട് എന്താണ്? സഹസംയോജക സംയുക്തങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പൊ ലോഹങ്ങൾ പൊതുവെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ലോഹങ്ങൾ പൊതുവെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാണ്, ഷെയറിങ്ങിനല്ല അവർ ആഗ്രഹിക്കുന്നത്. എന്താണ്? വിട്ടുകൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അലോഹ മൂലകങ്ങളാണ് ഷെയറിംഗ്. അപ്പൊ അലോഹ മൂലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ സാധാരണയായിട്ട് എന്താണ്? സഹസംയോജക സംയുക്തങ്ങളാണ്. ഓക്കെ, ഇനി എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? നമുക്കിനി പഠിക്കാനുള്ളത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ,
ഇപ്പൊ സഹസംയോജക ബന്ധനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡികളെ രണ്ട് ആറ്റങ്ങളും ആകർഷിക്കുമല്ലോ. അപ്പൊ നമ്മൾ സഹസംയോജക ബന്ധനത്തിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺ പങ്കുവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, രണ്ട് ആറ്റങ്ങളും ആകർഷിക്കും. ഇപ്പൊ സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ട രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ആറ്റത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോണുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് എന്താ ചാർജ് ഉണ്ടാവുക, നെഗറ്റീവ് ചാർജ് അല്ലേ ഉണ്ടാവുക, നെഗറ്റീവ് ചാർജാണ് ഉണ്ടാവുക. അപ്പൊ ഇലക്ട്രോണുകളെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇലക്ട്രോൺ ആകർഷിക്കാനുള്ള ആ ഒരു കഴിവിനെ നമ്മൾ എന്ത് പറയുന്നു, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നു. അപ്പൊ സഹസംയോജന ബന്ധനത്തിൽ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പങ്കുവെച്ച ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള അതത് ആറ്റത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരാണ് ലീനസ് പോളിംഗ്? ലീനസ് പോളിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ലീനസ് പോളിംഗ് പഠിച്ചു വെക്കേണ്ടതാണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ച ആളാണ് ലീനസ് പോളിംഗ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ലീനസ് പോളിംഗ് ആണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ആവിഷ്കരിച്ചത്. ഈ ഒരു സ്കെയിലിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇതൊരു ആപേക്ഷിക സ്കെയിലാണ്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ ഏത് സംഖ്യകൾക്കിടയിലാണ്, 0-നും 4-നും ഇടയിലാണ്. അപ്പൊ 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകളായിട്ട് നൽകിയിട്ടുള്ളത്. ഈ സ്കെയിലിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്, ഫ്ലൂറിൻ ആണ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്, ഫ്ലൂറിൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആറ്റങ്ങൾക്ക് ഇലക്ട്രോണുകളെ ആകർഷിക്കാനുള്ള ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. സഹസംയോജക ബന്ധനത്തിൽ ഇലക്ട്രോൺ ജോഡികളെ ആകർഷിക്കാനുള്ള ആറ്റത്തിന്റെ കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ട്. ആ സ്കെയിൽ ആവിഷ്കരിച്ചത് ആരാണ്, ലീനസ് പോളിംഗ് ആണ്. ഇതൊരു ആപേക്ഷിക സ്കെയിലാണ്. 0-നും 4-നും ഇടയിലുള്ള സംഖ്യകളാണ് ഇതിൽ മൂലകങ്ങളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സ്കെയിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്, ഫ്ലൂറിൻ ആണ്. താഴെ ഒരു ടേബിൾ ഉണ്ട് കണ്ടോ. ഇപ്പൊ ഫ്ലൂറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നോക്കിയാൽ 3.98 ആണ്. 3.98 അത് ഫ്ലോറിന്റെ അടുത്താണ് വരുന്നത്. ഓക്സിജൻ നോക്കിയാൽ 3.44, ഓക്സിജൻ 3.44 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് ഏതാണ്, ഏറ്റവും കുറവ് വരുന്നത് ഇതായിരിക്കും അല്ലെ, ഫ്രാൻസിയം 0.7 എന്നാണ് ഏറ്റവും കുറവ് വരുന്നത്. ഓക്കെ, അപ്പൊ ഫ്ലൂറിൻ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്, ഫ്രാൻസിയം ആണ് ഏറ്റവും കുറവ് വരുന്നത്. ഇനി നമുക്ക് ഓർത്തു വെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ പറഞ്ഞ രണ്ട് അയോണിക ബന്ധനം പറഞ്ഞു, സഹസംയോജക ബന്ധനം പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ സംയുക്തങ്ങൾ ഏത് ബന്ധനമാണ്, സഹസംയോജക ബന്ധനം വഴിയാണോ അല്ലെങ്കിൽ അയോണിക ബന്ധനം വഴിയാണോ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഒരു സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഒരു സംയുക്തം എടുത്തു, അതിനകത്ത് ഘടക മൂലകങ്ങൾ, ഇപ്പൊ നമ്മൾ എന്താണ് സോഡിയം ക്ലോറൈഡ് എടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഘടക മൂലകങ്ങൾ ഏതാണ്, സോഡിയം ഉണ്ട്, ക്ലോറിനും ഉണ്ട് അല്ലെ. അപ്പൊ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും എന്ത് കണ്ടുപിടിക്കുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുക, ആ വിലകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. അപ്പൊ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി വിലകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കുക. ആ വ്യത്യാസമാണ് 1.7 എന്ന് പറയുന്ന നമ്പറിൽ കൂടുതലാണെങ്കിൽ, 1.7 എന്ന് പറയുന്ന നമ്പറിൽ കൂടുതലാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, അയോണിക ബന്ധനം എന്ന് പറയും. 1.7 കുറവാണെങ്കിൽ അതിന് എന്ത് പറയും, സഹസംയോജക സ്വഭാവം എന്ന് പറയും. സഹസംയോജക സ്വഭാവമായിരിക്കും എന്ന് പറയും. ഓക്കെ, അപ്പം എങ്ങനെയാണ്, അതായത് നമ്മൾ ആദ്യം ഒരു സംയുക്തം എടുക്കുന്നു, ആ സംയുക്തത്തിലെ ഘടക മൂലകങ്ങളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കുന്നു, ആ ഇലക്ട്രോ നെഗറ്റിവിറ്റി തമ്മിലുള്ള വ്യത്യാസം 1.7 കൂടുതലാണെങ്കിൽ അത് അയോണിക ബന്ധനമായിരിക്കും, 1.7 കുറവാണെങ്കിൽ അത് എന്തായിരിക്കും, സഹസംയോജക ബന്ധനമായിരിക്കും. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ നമുക്ക് കാർബൺ മോണോക്സൈഡ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, കാർബണിന്റെയും ഓക്സിജന്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ കാർബണിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയാണ്, 2.55 ആണ്. ഇനി ഓക്സിജന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു 3.44 ആണ്. അപ്പൊ 3.44 നിന്ന് എന്ത് ചെയ്യണം, 3.44 നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം, 2.55 മൈനസ് ചെയ്യണം. ഇത് 1.7 കൂടുതലായിരിക്കും, 1.7 കുറവായിരിക്കും, ചെറിയ വാല്യൂ അല്ല. അപ്പൊ 1.7 കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ബന്ധനമാണ്, 1.7 കുറവാണെങ്കിൽ അത് സഹസംയോജക ബന്ധനമാണ്. ഇതിന്റെ വാല്യൂ കിട്ടുക 0.89 ആണ്. അത് സഹസംയോജക ബന്ധനമാണ്. ഓക്കെ, ഇനി നമ്മളെ സോഡിയം ക്ലോറൈഡ്. അപ്പൊ സോഡിയത്തിന്റെ എന്താണ്, 0.93 ആണ് അല്ലെ, 0.93 ആണ്. ഇനി ക്ലോറിന്റെ കേസ്
ക്ലോറിൻ എവിടെ 3.16 ആണ് 3.16. അപ്പൊ 3.16 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം 3.16 നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 0.93 ആണ്. അപ്പൊ ഇത് എന്താ കിട്ടുക ഇത് 1.7നേക്കാൾ വലുതാണോ കിട്ടുക 1.7നേക്കാൾ ചെറുതാണോ കിട്ടുക ഇത് നമുക്ക് കിട്ടുക ഒരു 1. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ് ഒരു 2 പോയിന്റ് സംതിങ് ആണ് അല്ലെ 2.23 എന്ന് പറയുന്ന 2.23 ആണ് കിട്ടുക. അപ്പൊ ഇതെന്താണ് 1.7നേക്കാൾ കൂടുതലാണ് അതെന്താണ് അയോണിക ബന്ധനമാണ്. ഓക്കെ ബാക്കി നിങ്ങൾ ചെയ്തോളൂ അല്ലെ മീത്തൈൻ CH4 ആണ് മീത്തൈൻ CH4 ആണ് അത് കാർബണും ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ കാർബൺ നമ്മൾ 2.55 ആണ് ഹൈഡ്രജൻ 2.20 ആണ്. അപ്പം 2.55 മൈനസ് 2.20 ചെറിയ വാല്യൂ ആണ്. ഇപ്പൊ ഇതെന്താണ് സഹസംയോജക ബന്ധനമാണ് അല്ലെ സഹസംയോജക ബന്ധനമാണ് ഇവിടെ ഉണ്ട് സഹസംയോജക ബന്ധനമാണ്. മാഗ്നീഷ്യം ക്ലോറൈഡ് അതുപോലെ കണ്ടുപിടിച്ച് നോക്കുക സോഡിയം ഓക്സൈഡ് അതുപോലെ കണ്ടുപിടിച്ചു അത് രണ്ടും എന്താണ് അയോണിക ബന്ധനമാണ്. ഓക്കെ അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇലക്ട്രോനെഗറ്റിവിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ അയോണിക ബന്ധനമാണോ അല്ലെങ്കിൽ സഹസംയോജക ബന്ധനമാണോ എന്ന് കണ്ടുപിടിക്കുന്നു. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ആകർഷിക്കാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്കെയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കൊണ്ടുവന്ന ലീനസ് പോളിംഗ് ആണ്. അതിനകത്ത് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ് ഫ്ലൂറിൻ ആണ്. ഓക്കെ ഇനി എന്താണ് പോളാർ സ്വഭാവം എന്താണ് അപ്പൊ ദ്വയാറ്റോമിക മൂലക തന്മാത്രകളിലെ രണ്ട് ആറ്റങ്ങൾക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി തുല്യമാണ്. അപ്പൊ ദ്വയാറ്റോമിക എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താ ഓക്സിജൻ O2 എന്ന് എടുക്കുമ്പോൾ ഓക്സിജന്റെ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് തുല്യമാണ് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ജോഡിയെ അവ തുല്യമായിട്ട് ആകർഷിക്കും. അപ്പൊ രണ്ട് ഭാഗത്തും രണ്ട് സൈഡ് ഓക്സിജൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും എന്ത് ആകർഷണം സെയിം ആയിരിക്കും. അപ്പൊ ഓക്സിജൻ ആണെങ്കിലും ഹൈഡ്രജൻ ആണെങ്കിലും നൈട്രജൻ ആണെങ്കിലും ഒക്കെ രണ്ട് ഭാഗത്തുള്ള ആകർഷണം എന്തായിരിക്കും സെയിം ആയിരിക്കും. രണ്ട് ഭാഗത്തുള്ള ആകർഷണം സെയിം ആയിരിക്കും. എന്നാൽ നമ്മൾ സംയുക്തം എടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം എടുത്തു. അപ്പൊ ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ് നമുക്ക് ഇവിടെ നോക്കാം. ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ് 2.20 ആണ്. അതിവിടെ എഴുതാം. അപ്പം ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എത്രയാണ് 2.20 ആണ് ഹൈഡ്രജന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇനി ക്ലോറിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് ക്ലോറിൻ 3.16 ആണ് അല്ലെ 3.16. 3.16 ആണ്. ഇവിടെ നോക്കി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ ഏതിനാണ് ക്ലോറിൻ ആണ് ഹൈഡ്രജൻ ആണ് കുറവ് വരുന്നത്. അപ്പൊ സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെട്ട ഇലക്ട്രോൺ ജോഡി ഏത് മൂലക ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണ് കൂടുതൽ ആകർഷിക്കാൻ സാധ്യത. അപ്പൊ ഈ ആകർഷിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ് ക്ലോറിൻ ആണ്. അപ്പൊ ക്ലോറിൻ ആയിരിക്കും കൂടുതൽ ആ ഒരു ഇലക്ട്രോണിനെ ആകർഷിക്കുക അല്ലെ. അപ്പൊ ഹൈഡ്രജനേക്കാൾ കൂടുതൽ ആകർഷിക്കുക ആരായിരിക്കും ക്ലോറിൻ ആയിരിക്കും. അങ്ങനെ ക്ലോറിൻ ആകർഷിക്കുമ്പോൾ ക്ലോറിൻ എന്ത് ചാർജ് ഉണ്ടാവുക ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ക്ലോറിന് എന്തുണ്ടാവും ഒരു നെഗറ്റീവ് ചാർജ് അവിടെ ഉണ്ടാവും. ഒരു ചെറിയൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ അപ്പൊ ആ ഒരു നെഗറ്റീവ് ചാർജിനെ നമ്മൾ എന്ത് പറയും ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറയും. അപ്പൊ ക്ലോറിന്റെ ഭാഗത്ത് എന്തുണ്ടാവും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാകും. കാരണം ക്ലോറിൻ ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പൊ അത് ആകർഷിക്കുന്നത് ക്ലോറിൻ ആണ് കൂടുതൽ ആകർഷിക്കുന്നത്. അങ്ങനെ ഇലക്ട്രോണിനെ ആകർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ചാർജ് ഏതാണ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഒരു ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അതേപോലെ തന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു അവിടെ എന്തുണ്ടാവും ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവില്ലേ ചെറിയൊരു രീതിയിൽ വിട്ടുകൊടുക്കുന്നു. അപ്പൊ അവിടെ എന്തുണ്ടാവും ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഓക്കെ അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ക്ലോറിൻ ആറ്റം പങ്കുവെക്കപ്പെട്ട ഇലക്ട്രോൺ ജോഡി അതിന്റെ ന്യൂക്ലിയസിന് അടുത്തേക്ക് കൂടുതൽ ആകർഷിക്കും. ഇതിന്റെ ഫലമായിട്ട് സഹസംയോജക സംയുക്തത്തിൽ ഹൈഡ്രജൻ ക്ലോറൈഡിൽ ക്ലോറിന്റെ ഭാഗത്ത് ഒരു ചെറിയ നെഗറ്റീവ് ചാർജ് ഡെൽറ്റ നെഗറ്റീവും ഹൈഡ്രജന്റെ ഭാഗത്ത് ഒരു ഡെൽറ്റ പോസിറ്റീവ് ചാർജും ഉണ്ടാവും. ഓക്കെ അപ്പൊ ഇതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ പോസിറ്റീവ് ചാർജ് ഹൈഡ്രജന്റെ ഭാഗത്തും ഡെൽറ്റ നെഗറ്റീവ് ചാർജ് ക്ലോറിന്റെ ഭാഗത്തും ഉണ്ടാവും. അപ്പൊ ഭാഗികമായിട്ട് വൈദ്യുത ചാർജുള്ള ഇത്തരം സഹസംയോജക സംയുക്തങ്ങളെയാണ് നമ്മൾ പോളാർ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഭാഗികമായിട്ട് ചെറിയ രീതിയിലുള്ള വൈദ്യുത ചാർജുള്ള ഇത്തരം സഹസംയോജക സംയുക്തങ്ങളെ നമ്മൾ പോളാർ സംയുക്തങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ എന്താണ് പോളാർ സംയുക്തം എന്ന് ക്ലിയർ ആണോ? പോളാർ സംയുക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹസംയോജക ബന്ധനത്തിൽ വരുന്നതാണ്. അതായത് ഇവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ മൂലകം കുറച്ച് കൂടുതൽ ഇലക്ട്രോണിനെ ആകർഷിക്കും. ആ സമയത്ത് അവിടെ ഒരു ചെറിയൊരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. എന്നാൽ മറുഭാഗത്ത് എന്തുണ്ടാവും ചെറിയൊരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള വൈദ്യുത ചാർജുള്ള സഹസംയോജക സംയുക്തങ്ങളെ നമ്മൾ എന്ത് പറയുന്നു പോളാർ സംയുക്തങ്ങൾ എന്ന് പറയുന്നു. ഇനി പോളാർ സംയുക്തങ്ങളുടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. HF, HBr, H2O എന്നിവ എന്താണ് പോളാർ സംയുക്തങ്ങളാണ്. HF, HBr, H2O ജലം എന്ന് പറയുന്നത് എന്താണ് ഒരു പോളാർ സംയുക്തമാണ്. അപ്പൊ ബഹു അറ്റോമിക തന്മാത്രകളിൽ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്നത് തന്മാത്രയുടെ ജ്യാമിതീയ ആകൃതിയും ഒരു ഘടകമാണ്.
അപ്പൊ ബഹു അറ്റോമിക തന്മാത്രകളിൽ പോളാർ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ തന്മാത്രയുടെ ജ്യാമിതീയ ആകൃതിയും ഒരു ഘടകമാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ വരുമ്പോൾ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും. അപ്പൊ ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഓർത്ത് വെക്കുക. ഇനി ജലം H2O നമ്മൾ പോളാർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ NH3 അമോണിയ എന്താണ്, പോളാർ ആണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, പോളാർ സംയുക്തമാണ്. അപ്പോൾ പോളാർ സംയുക്തങ്ങളുടെ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ജലം, അമോണിയ, HF, HBr ഇതൊക്കെ എന്താണ്, പോളാർ സംയുക്തമാണ്. ഇനി ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജലം എന്താണ്, ഒരു പോളാർ തന്മാത്ര. ജലം ഒരു പോളാർ തന്മാത്രയാണ്. ജലത്തിന്റെ വിഭിന്ന സവിശേഷതകൾക്ക് അടിസ്ഥാനം ഇതിന്റെ പോളാർ സ്വഭാവമാണ്. അപ്പോൾ ജലം എന്ന് പറയുന്ന ഒരു പോളാർ തന്മാത്രയാണ്. അപ്പോൾ ജലത്തിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇതിന്റെയൊക്കെ കാരണം എന്താണ്, ഈ ഒരു പോളാർ തന്മാത്രയാണെന്നുള്ള ആ ഒരു സവിശേഷതയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ പോളാർ ഇനി പൊതുവെ മോളിക്കുലാർ മാസ് കുറഞ്ഞിരുന്നിട്ടും ജലം ദ്രാവകാവസ്ഥയിലായിരിക്കാൻ കാരണം ഇതാണ്. അപ്പൊ പൊതുവെ മോളിക്കുലാർ മാസ് കുറവായിട്ട് പോലും ജലം ദ്രാവകാവസ്ഥയിലിരിക്കുന്ന കാരണം എന്താണ്, ഈ ഒരു പോളാർ സവിശേഷതയാണ്. ഇനി കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവിക ലായകമാകാൻ ജലത്തിന് കഴിയുന്നതിന്റെ കാരണം ഈ ഒരു പോളാർ സ്വഭാവം തന്നെയാണ്. അപ്പൊ കാർബണികവും അകാർബണികവുമായ അനേകം സംയുക്തങ്ങളെ ലയിപ്പിച്ച് സാർവിക ലായകമാകാൻ ജലത്തിന് കഴിയുന്നതിന്റെ കാരണം ഈ ഒരു പോളാർ സ്വഭാവം തന്നെയാണ്. അപ്പൊ ജലം എന്ന് പറയുന്നത് എന്താണ്, ഒരു സാർവിക ലായകമാണ്. ജലം ഒരു സാർവിക ലായകമാണ്. പോളാർ സ്വഭാവവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നേരെ അപ്പം ഇനി രാസബന്ധനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതായത് അയോണിക ബന്ധനമാണോ സഹസംയോജക ബന്ധനമാണോ എന്നുള്ളത് സംയുക്തങ്ങളുടെ സ്വഭാവത്തിലും പ്രകടമാകും. അപ്പൊ ആ ഒരു രാസബന്ധനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത് ചെയ്യും, സംയുക്തങ്ങളുടെ സ്വഭാവത്തിലും പ്രകടമാകും. ഇനി സോഡിയം ക്ലോറൈഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് എന്താണ്, സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു അയോണിക സംയുക്തമാണ്. സോഡിയം ഒരു ലോഹമാണ്, അപ്പൊ അത് പൊതുവെ വിട്ടുകൊടുക്കുകയാണ്. അപ്പൊ അയോണിക സംയുക്തമാണ്. മെഴുക് എന്താണ്, സഹസംയോജക സംയുക്തമാണ്. മെഴുക് എന്ന് പറയുന്നത് എന്താണ്, സഹസംയോജക സംയുക്തമാണ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതായത് അതിന്റെ സ്വഭാവം, ഗുണങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. അയോണിക സംയുക്തത്തിന്റെ അവസ്ഥ ഏതവസ്ഥയിലാണ്, സോഡിയം ക്ലോറൈഡ് അല്ലെ, ഏതവസ്ഥയിലാണ്, ഖരാവസ്ഥയിലാണ്. സോഡിയം ക്ലോറൈഡ് ഖരാവസ്ഥയിലാണ്. ഇനി സഹസംയോജക സംയുക്തമാണെങ്കിൽ അത് ഖരം, ദ്രാവകം, വാതകം ഈ ഒരു 3 അവസ്ഥകളിലും കാണപ്പെടും. ഓക്കെ, അപ്പൊ അയോണിക സംയുക്തം ഖരാവസ്ഥയിലാണുള്ളത്. എന്നാൽ സഹസംയോജക സംയുക്തം ഖരം, ദ്രാവകം, വാതകം ഈ ഒരു 3 അവസ്ഥയിലും എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നുണ്ട്. ഇനി അയോണിക സംയുക്തം എന്ത് ചെയ്യും, ജലത്തിൽ ലയിക്കും. നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് ഉപ്പ് നമ്മൾ എന്ത് ചെയ്യും, വെള്ളത്തിലിട്ടാൽ ലയിക്കും, ജലത്തിൽ ലയിക്കും. എന്നാൽ സഹസംയോജക സംയുക്തമാണെങ്കിൽ അത് എന്ത് ചെയ്യുന്നില്ല, ജലത്തിൽ പൊതുവേ ലയിക്കുന്നില്ല. ഓർഗാനിക് ലായകങ്ങളിൽ, അതായത് മണ്ണെണ്ണ, പിന്നെ കാർബൺ ടെട്രാക്ലോറൈഡ്, അതുപോലെ തന്നെ ബെൻസീൻ, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലയിക്കുന്നുണ്ട്. അപ്പൊ ഓർഗാനിക് ലായകങ്ങളിൽ ആര് ലയിക്കുന്നുണ്ട്, സഹസംയോജക സംയുക്തം ലയിക്കുന്നുണ്ട്. അപ്പൊ ഓർഗാനിക് ലായകങ്ങളിൽ മണ്ണെണ്ണ, കാർബൺ ടെട്രാക്ലോറൈഡ്, ബെൻസീൻ മുതലായവയിൽ ആര് ലയിക്കുന്നു, സഹസംയോജക സംയുക്തം ലയിക്കുന്നുണ്ട്, ജലത്തിൽ ലയിക്കുന്നില്ല. എന്നാൽ അയോണിക സംയുക്തം എന്ത് ചെയ്യുന്നുണ്ട്, ജലത്തിൽ ലയിക്കുന്നുണ്ട്. ഓക്കെ, വൈദ്യുത ചാലകത, ഉപ്പുവെള്ളത്തിലൂടെ വൈദ്യുതി കടന്നു പോകും. അപ്പൊ ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നു. അപ്പൊ ഈ അയോണിക സംയുക്തം ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. എന്നാൽ സഹസംയോജക സംയുക്തം പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല. സഹസംയോജക സംയുക്തം വൈദ്യുതി കടത്തിവിടുന്നില്ല. അയോണിക സംയുക്തത്തിന്റെ ദ്രവണാങ്കവും തിളനിലയും വളരെ ഉയർന്നതാണ്. തിളനില ഇതൊക്കെ എന്താണ്, വളരെ ഉയർന്നതാണ്. എന്നാൽ സഹസംയോജക സംയുക്തത്തിന്റെ ദ്രവണാങ്കവും തിളനിലയും പൊതുവെ താഴ്ന്നതാണ്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അയോണിക സംയുക്തം എന്ന് പറയുമ്പോൾ അത് ഖരാവസ്ഥയിലാണ്, ജലത്തിൽ ലയിക്കുന്നുണ്ട്, ലായനി ആയിരിക്കുമ്പോഴും ഉരുകിയ അവസ്ഥയിലും വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. ഇതിന്റെ ദ്രവണാങ്കവും തിളനിലയും വളരെ ഉയർന്നതാണ്. എന്നാൽ സഹസംയോജക സംയുക്തമാണെങ്കിൽ അത് ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിൽ കാണപ്പെടുന്നുണ്ട്. ഇത് പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല. എവിടെയാണ് ലയിക്കുന്നത്, ഓർഗാനിക് ലായങ്ങളിൽ ലയിക്കുന്നുണ്ട്. പൊതുവെ വൈദ്യുതി കടത്തിവിടുന്നില്ല. പൊതുവെ ഇതിന്റെ ദ്രവണാങ്കവും തിളനിലയും എന്താണ്, താഴ്ന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സംയോജകതയെ കുറിച്ചാണ്. സംയോജകത. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, മൂലകങ്ങളെ രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ഥിരത കൈവരിക്കുന്നുണ്ട്. രാസബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ് സ്ഥിരത കൈവരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നുകിലെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പങ്കുവെക്കുന്നുണ്ട് അല്ലെ. രാസബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഒന്നുകിലെങ്കിൽ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ പങ്കുവെക്കുന്നു. അങ്ങനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ബോക്സിലുണ്ട് അത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു ആറ്റം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് നമ്മൾ സംയോജകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സോഡിയം ക്ലോറൈഡ് Na യുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2 8
1 എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ എത്രയാണ് വിട്ടുകൊടുക്കുന്നത്? ഒരു ഇലക്ട്രോൺ ആണ് വിട്ടുകൊടുക്കുന്നത്. അപ്പൊ സോഡിയത്തിന്റെ സംയോജകത എത്രയായിരിക്കും? 1 ആയിരിക്കും. സോഡിയത്തിന്റെ സംയോജകത 1 ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിയേ, സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ക്ലോറിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പൊ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും സംയോജകത എത്രയാണ്? 1 ആണ്. ഇനി മാഗ്നീഷ്യം ഓക്സൈഡ്, ഓർമ്മയുണ്ടോ? മാഗ്നീഷ്യം 12 ആണ്. അവസാനത്തെ ഷെല്ലിൽ 2 ആണ് വരുന്നത്. ഓക്സിജന് 2 എണ്ണം വേണം. അപ്പൊ മാഗ്നീഷ്യം എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്? 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ മാഗ്നീഷ്യത്തിന്റെ സംയോജകത എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്സിജൻ എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നുണ്ട്? അവിടെയും 2 ഇലക്ട്രോൺ സ്വീകരിക്കുന്നുണ്ട്. ഇവിടെ സംയോജകതയും ഇലക്ട്രോൺ കൈമാറ്റവുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സെയിം ആണ് അല്ലേ? അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് രൂപീകരണത്തിൽ പങ്കുവച്ച ഇലക്ട്രോൺ ജോഡികളുടെ എണ്ണം എത്രയാണ്? ഇനി ഹൈഡ്രജൻ ക്ലോറൈഡ് രൂപീകരണത്തിൽ പങ്കുവയ്ക്കപ്പെടുകയാണ് ചെയ്തത്. പങ്കുവച്ച ഇലക്ട്രോണുകൾ ജോഡികളുടെ എണ്ണം എത്രയായിരുന്നു? അല്ലെ, 1 ആണ്. പങ്കുവച്ചത് 1 ആയിരുന്നു. അപ്പോൾ ഓരോ ആറ്റത്തിന്റെ സംയോജകത ഇവിടെ എന്തായിരിക്കും? ഹൈഡ്രജന്റെ സംയോജകത 1 ആയിരിക്കും. ക്ലോറിന്റെ സംയോജകതയും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സംയോജകത എന്ന് ക്ലിയർ ആണോ? ഓക്കെ, അത് ക്ലിയർ ആണെങ്കിൽ ഈ ഒരു ബോക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ സോഡിയം NaCl അല്ലെ, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കുക, 2 8 1. അപ്പൊ കൈമാറ്റം ചെയ്യുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കുക ചെയ്ത ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്. സംയോജകത 1 ആണ്. ക്ലോറിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ 2 8 7. അപ്പൊ ഇവിടെ പങ്കുവയ്ക്കുന്ന 1 ആണ്. സംയോജകത എന്താണ്? 1 ആണ്. ഇനി മാഗ്നീഷ്യത്തിന്റെ നമ്മൾ പറഞ്ഞു, മാഗ്നീഷ്യം എന്താണ്? സംയോജകത 2 ആണ്. ഓക്സിജന്റെ സംയോജകത ഇവിടെ എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. ഇനി HF എന്ന് പറയുന്നത് ഹൈഡ്രജനും ഫ്ലൂറിനും അല്ലെ, ഹൈഡ്രജനും ഫ്ലൂറിനും ആണ്. അപ്പൊ ഹൈഡ്രജൻ 1, ഫ്ലൂറിൻ്റെത് അവസാനത്തെ ഷെല്ലിൽ എത്രയാണ് വരുന്നത്? അപ്പൊ ഇവിടെ 2 7 ആണ്. ഫ്ലൂറിൻ്റെത് 9 ആണ് വരുന്നത്. അറ്റോമിക് നമ്പർ 9 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ഫ്ലൂറിൻ്റെത് 2 7 ആണ്. ഇവിടെ എന്താ ചെയ്യുക? വിട്ടുകൊടുക്കുകയാണോ അല്ലെങ്കിൽ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? അത് രണ്ടും അല്ല. ഇവിടെ എന്താ? പങ്കുവയ്ക്കുക ഇവർ ചെയ്യുക അല്ലെ, പങ്കുവയ്ക്കുകയാണ്. അപ്പൊ ഈ HF എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞിട്ട് ഒരു പോളാർ സംയുക്തമാണെന്ന് പറഞ്ഞിട്ട് സഹസംയോജക ബന്ധനമാണ്. HF എന്ന് പറയുമ്പോൾ ഷെയറിംഗ് ആണ്, സഹസംയോജക ബന്ധനമാണ്. ഇവിടെ എത്രയാണ് ഷെയർ ചെയ്യുന്നത്? ഒരു ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സംയോജകത, ഹൈഡ്രജന്റെ സംയോജകത എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ഫ്ലൂറിൻ ആണെങ്കിൽ ഇവിടെയും ഒരു ഇലക്ട്രോൺ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫ്ലൂറിന്റെ സംയോജകതയും എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി ഇവിടെ കാർബൺ ടെട്രാക്ലോറൈഡ്, ഇതും എന്ത് തന്നെയാണ്? സഹസംയോജക ബന്ധനം തന്നെയാണ്. ഇത് രണ്ടും സഹസംയോജക ബന്ധനമാണ്. ഇത് രണ്ടും അയോണിക ബന്ധനമാണ്. അപ്പൊ കാർബൺ ടെട്രാക്ലോറൈഡ്, അപ്പൊ ഇവിടെ കാർബൺ എടുത്തു. കാർബണിന്റെ 6 ആണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ നമ്മൾ 2 4 എന്നാണ് വരിക. അപ്പൊ ഇവ 4 ഇലക്ട്രോണുമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പങ്കുവയ്ക്കപ്പെടേണ്ടി വരും. അപ്പൊ ഇവയുടെ സംയോജകത എന്തായിരിക്കും? 4 ആയിരിക്കും. സംയോജകത 4 ആയിരിക്കും. ഇനി ഇവിടെ ക്ലോറിന്റെ കേസ് ആണ് എടുക്കുന്നത്. അപ്പൊ ക്ലോറിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 17 ആണ്. 2 8 7 എന്നുള്ളതാണ് ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഒരു ഇലക്ട്രോൺ അല്ലേ വേണ്ടോ? ഒരു ഇലക്ട്രോൺ വേണ്ടു ഇവിടെ. അപ്പൊ ഇവിടെ സംയോജകത എത്രയായിരിക്കും? ക്ലോറിന്റെ സംയോജകത 1 ആയിരിക്കും. ക്ലോറിന്റെ സംയോജകത 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് സംയോജകത എന്ന് ക്ലിയർ ആണോ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരാറ്റം വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ, ഒരാറ്റം വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സംയോജകത എന്ന് പറയുന്നത്. ഇനി ഈ സംയോജകത വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രാസസൂത്രം എഴുതാൻ പറ്റും. അതാണ് പറയുന്നത്. സംയോജകത വെച്ചിട്ട് നമുക്ക് രാസസൂത്രം എഴുതാൻ പറ്റും. ഇവിടെ നോക്കിയേ, മാഗ്നീഷ്യം അറ്റോമിക് നമ്പർ 12 ആണ്. ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2 8 2. അപ്പൊ ഇതിനെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ സംയോജകത എത്രയാണ്? 2 ആണ്. ഇനി ക്ലോറിൻ ആകുമ്പോൾ ഇവിടെ അവസാനത്തെ ഷെല്ലിൽ 2 8 7 ആണ്. അപ്പം 1 അല്ലെ, സംയോജകത എത്രയാണ്? 1 ആണ്. അപ്പൊ മാഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ക്ലോറിൻ ആറ്റത്തിന് എത്ര എണ്ണ സ്വീകരിക്കാൻ പറ്റൂ? 1 അല്ലേ സ്വീകരിക്കാൻ പറ്റൂ? അപ്പൊ ഈ വിട്ടുകൊടുക്കുന്ന 2നെയും സ്വീകരിക്കണമെങ്കിൽ അവിടെ എത്ര ക്ലോറിൻ ആറ്റം വേണ്ടി വരും? 2 ക്ലോറിൻ ആറ്റം വേണ്ടി വരൂലേ? അതായത് മാഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട്. സംയോജകത 2 ആണ്. അപ്പൊ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ ക്ലോറിൻ എന്ന് പറയുന്നത് ഇവിടെ ആകെ 1 ഉള്ളൂ. അങ്ങനെ ഒരു 1 ആണെങ്കിൽ ഒറ്റ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ എത്ര ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു 2 ഇലക്ട്രോണിനെയും സ്വീകരിക്കാൻ പറ്റൂ? 2 ക്ലോറിൻ ആറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ സ്വീകരിക്കാൻ പറ്റൂ. അപ്പൊ അതിന്റെ രാസസൂത്രം എന്തായിരിക്കും? മാഗ്നീഷ്യം ക്ലോറൈഡിന്റെ MgCl. ക്ലോറിൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. അപ്പൊ MgCl2 ആയിരിക്കും. ഓക്കെ, അപ്പം മാഗ്നീഷ്യം വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ എത്ര ക്ലോറിൻ ആറ്റങ്ങൾ ആവശ്യമാണ്? 2 ക്ലോറിൻ ആറ്റങ്ങൾ ആവശ്യമാണ്. അപ്പൊ അതിന്റെ രാസസൂത്രം എന്തായിട്ട് വരും? MgCl2 ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാസസൂത്രം എന്ന് പറയുന്നത്. പ്രതീകങ്ങൾ ഉപയോഗിച്ച് ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചുരുക്കെഴുത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാസസൂത്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയം ഫ്ലൂറൈഡ് കൊടുത്തിട്ടുണ്ട്. അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണ്. ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? 2 8 3 അല്ലെ, അവസാനത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ 2 7 ആണ്.
അപ്പൊ ഇതിന് 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം. ഫ്ലൂറിനാണെങ്കിൽ ആകെ എത്ര വേണ്ടു? 1 ഇലക്ട്രോണേ വേണ്ടു. അപ്പം അലൂമിനിയത്തിന് 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ 3 ഇലക്ട്രോൺ സ്വീകരിക്കണമെങ്കിൽ എത്ര ഫ്ലൂറിനാറ്റം അവിടെ ഉണ്ടായിരിക്കണം? ഒരു ഫ്ലൂറിനാറ്റം ഉണ്ടെങ്കിൽ മതിയോ? പോരാ. എത്ര ഉണ്ടാണ്? 3 ഫ്ലൂറിനാറ്റം ഉണ്ടായിരിക്കണം. അപ്പൊ AlF3 എന്നുള്ള രീതിയിലായിരിക്കും ഇതിന് എന്ത് വരിക? AlF3 എന്നുള്ള രീതിയിലായിരിക്കും ഇതിന് എന്ത് വരിക? രാസസൂത്രം വരിക. ക്ലിയർ ആണോ? അലൂമിനിയത്തിന് ഇവിടെ സംയോജകത 3 ആണ്. അപ്പൊ ആ ഒരു 3 ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം. എന്നാൽ ഫ്ലൂറിനാണെങ്കിൽ ഇവിടെ സംയോജകത 1 ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ എത്ര ഫ്ലൂറിൻ വേണ്ടി വരും? 3 ഫ്ലൂറിൻ വേണ്ടി വരും. അപ്പൊ അലൂമിനിയം വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളെ സ്വീകരിക്കാൻ ആവശ്യമായ ഫ്ലൂറിൻ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അലൂമിനിയം ഫ്ലോറൈഡിന്റെ രാസസൂത്രം എഴുതുന്നതാണ് അലൂമിനിയം ഫ്ലോറൈഡിന്റെ രാസസൂത്രം വരിക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സോഡിയം ഓക്സൈഡ്, അലൂമിനിയം ക്ലോറൈഡിന്റെ ഒക്കെ രാസസൂത്രം എഴുതി വെക്കുക. അപ്പൊ സോഡിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ അല്ലേ? അപ്പൊ ഇവിടെ സോഡിയം ആകുമ്പോൾ നമുക്ക് ആകെ സംയോജകത എത്രയാണ്? 1 ആണ് വരിക. സോഡിയത്തിന്റെ സംയോജകത എത്രയാണ് വരിക? 1 ആണ്. ഓക്സിജന്റെ സംയോജകം എത്രയാണ്? 2 എണ്ണമാണ് വരിക. അപ്പൊ ഇവിടെ 2 വരണമെങ്കിൽ, ഓക്സിജൻ 2 എണ്ണം വേണമെങ്കിൽ ഇവിടെ എത്ര എണ്ണം വിട്ടുകൊടുക്കണം? 2 സോഡിയം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഓക്സിജൻ എന്ത് വരൂ? 2 ഇലക്ട്രോൺ കിട്ടും. അപ്പൊ ഇവിടെ എന്താ വരിക? Na2O അല്ലെ? Na2O ഇതായിരിക്കും എന്ത് വരിക? സോഡിയം ഓക്സൈഡ് വരിക. സോഡിയം ഓക്സൈഡ് വരിക. ഇനി അലൂമിനിയം ക്ലോറൈഡ്. അലൂമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ എന്ത് വരും? അലൂമിനിയത്തിന്റെ സംയോജകത എത്രയാണ്? നമ്മളിപ്പോ പറഞ്ഞു 3 ആണ് വരിക. ക്ലോറിന്റെ സംയോജകത എന്താണ് വരിക? 1 ആണ് വരിക. അപ്പൊ ഇവിടെ ഈ ക്ലോറൈഡിന് ഈ അലൂമിനിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇവിടെ 3 ക്ലോറിൻ വേണ്ടി വരും. അപ്പൊ AlCl3 ആണ്. അലൂമിനിയം ക്ലോറൈഡ് AlCl3. ഓക്കെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ രാസസൂത്രം എഴുതുക. ഇനി രാസസൂത്രം പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി ഇവിടെ പറയുന്നുണ്ട്. ഒന്നുമില്ല, സംയോജകത നമ്മൾ മാറ്റി എഴുതിയാൽ മതി. സംയോജകത നമ്മൾ എന്ത് ചെയ്യുക? മാറ്റി എഴുതുക. അപ്പൊ അലൂമിനിയം ഓക്സൈഡ് ആണ് നമ്മളെങ്കിൽ, അലൂമിനിയം ഓക്സൈഡ് ആണ് നമുക്ക് സംയുക്ത തന്നിരുന്നെങ്കിൽ അതിൽ ആദ്യം ഘടകമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. അപ്പൊ അലൂമിനിയം ഓക്സൈഡിലെ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? അലൂമിനിയം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അപ്പൊ അലൂമിനിയത്തിന്റെ സംയോജകത എത്രയാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ആണ്. ഓക്സിജന്റെ സംയോജകത എത്രയാണ്? 2 ആണ് അല്ലെ? അപ്പൊ അലൂമിനിയം എന്ന് പറയുമ്പോൾ അതിന്റെ എന്താണ്? അലൂമിനിയം എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പൊ 2, 8, 3 എന്നുള്ളതാണ് ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ സംയോജകത 3 ആണ്. ഓക്സിജൻ ആണെങ്കിൽ 2, 6 ആണ്. അപ്പൊ എന്താണ്? ഓക്സിജന്റെ സംയോജകത 2 ആണ്. അപ്പൊ ഇവ എന്ത് ചെയ്യുന്നു? ഇനി ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകത്തിന്റെ പ്രതീകം ആദ്യം എഴുതണം കേട്ടോ. ആദ്യം എഴുതണം. അപ്പൊ ഇവിടെ അലൂമിനിയം ഓക്സിജൻ നോക്കുമ്പോൾ എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞത് ഏതാണ്? അലൂമിനിയത്തിനാണ്. ഓക്സിജൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓക്സിജൻ ഫ്ലൂറിന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഓക്സിജൻ ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ആണ്. അപ്പൊ അലൂമിനിയം ആദ്യം എഴുതുന്നു, ഓക്സിജൻ എഴുതുന്നു. ഇനി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ സംയോജകത മാറ്റി എഴുതുന്നു. അതായത് അലൂമിനിയത്തിന്റെ സംയോജകതയ്ക്ക് പകരം എന്ത് ചെയ്യുന്നു? ഓക്സിജന്റെ സംയോജകം. അപ്പൊ Al2. then ഓക്സിജന്റെ സംയോജകതയ്ക്ക് ഇവിടെ എന്ത് ചെയ്യും? അലൂമിനിയത്തിന്റെ എഴുതി കൊടുക്കുന്നു. അപ്പൊ O3. സംയോജകങ്ങൾ പരസ്പരം ചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പൊ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകത്തിന്റെ പ്രതീകം ആദ്യം എഴുതുക. എന്നിട്ട് അവരുടെ സംയോജകത തമ്മിൽ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക അല്ലെ? സംയോജകങ്ങൾ ജസ്റ്റ് മാറ്റി എഴുതുക. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് രാസസൂത്രം പെട്ടെന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണോ? പറഞ്ഞ ക്ലിയർ ആണോ? ഇവിടെ പറയണോ? ഇവിടെ പറയാമേ ഇത്. അതായത് നമ്മൾ രാസസൂത്രം എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. രാസസൂത്രം എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അലൂമിനിയം ഓക്സൈഡ് എടുക്കുന്നു. അലൂമിനിയം ഓക്സൈഡിൽ ഘടകമൂലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുക അലൂമിനിയം ഓക്സിജനാണ് കിട്ടുക. അപ്പൊ ഇതിനകത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് എന്ന് പറയുമ്പോൾ ഏതാണ്? അലൂമിനിയത്തിനാണ്. അപ്പൊ ആദ്യം അലൂമിനിയം എഴുതുക, പിന്നെ ഓക്സിജന്റെ പ്രതീകം എഴുതുക. അതിനുശേഷം ഇതിന്റെ സംയോജകത നോക്കുക. അപ്പൊ അലൂമിനിയത്തിന്റെ സംയോജകത എത്രയാണ്? 3 ആണ്. ഓക്സിജന്റെ സംയോജകത എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ സംയോജകത നമ്മൾ നേരെ തിരിച്ചെഴുതുക. അപ്പൊ Al2 യുടെ അലൂമിനിയത്തിന്റെ എന്ത് വരും? Al2 എന്ന് വരും. ഓക്സിജന്റെ 3 എന്ന് വരും. അപ്പൊ ഇതായിരിക്കും എന്ത് വരിക? സംയോജകതകൾ പരസ്പരം മാറ്റി പാദാംഗമായിട്ട് എഴുതുക. ഓക്കെ. അപ്പൊ സംയോജകതകൾ പരസ്പരം മാറ്റിയിട്ട് പാദാംഗമായിട്ട് എഴുതുക. അപ്പൊ Al2O3 ആയിരിക്കും അലൂമിനിയം ഓക്സൈഡിന്റെ രാസസൂത്രം. അലൂമിനിയം ഓക്സൈഡിന്റെ രാസസൂത്രമാണ് Al2O3. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രം എങ്ങനെ എഴുതുക? കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രം. അപ്പൊ ഇതിനകത്ത് വരുന്ന ഘടകമൂലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കാർബൺ വരുന്നുണ്ട്, ഒന്ന് ഓക്സിജൻ വരുന്നുണ്ട് അല്ലെ? കാർബൺ വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്. അപ്പൊ കാർബണിന്റേത് എത്രയാണ് സംയോജകത വരുന്നത്? കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ് വരുന്നത്. അപ്പൊ 2, 4 ആണ്. അപ്പൊ 4 എണ്ണം പങ്കുവെക്കുകയാണ് ചെയ്യാറ് അല്ലെ? ഇനി ഇവിടെ വരുന്ന ഓക്സിജൻ ആണ്. ഓക്സിജന്റേത് 2, 6 ആണ്. അപ്പൊ ഇവിടെ സംയോജകത എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഇനി കാർബണും ഓക്സിജനും എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് ഏതിനാണ്? കാർബൺ ആണ്. ഓക്സിജൻ ആണ് വളരെ കൂടുതൽ. അപ്പൊ നമ്മൾ ആദ്യം CO എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? സംയോജകത പരസ്പരം മാറ്റിയിട്ട് പാദാംഗമായിട്ട് എഴുതുക. അപ്പൊ ഇവിടെ എന്ത് വരും? C2O4 എന്ന് വരും. C2O4 എന്ന് വരും. ഇനി ഇവിടെ പൊതുഘടകം ഉണ്ടെങ്കിൽ, ഈ പാദാംഗങ്ങളിൽ പൊതുഘടകം ഉണ്ടെങ്കിൽ അവനെ എന്ത് ചെയ്യാം? നമുക്ക് വെട്ടിച്ചുരുക്കാം. അപ്പൊ ഇവിടെ 2 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ 2നെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? CO2 എന്നുള്ള രീതിയിലേക്ക് വരും. ഓക്കെ. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ രാസസൂത്രമാണ് CO2. ഓക്കെ. അപ്പൊ അത് വെച്ചിട്ട് കുറച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട്. പൊട്ടാസ്യത്തിന്റെ സംയോജകത 1 ആണ്. ഓക്സിജന്റെ സംയോജകത 2 ആണ്. അപ്പൊ പൊട്ടാസ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ സംയോജകത കുറച്ചില്ലേ
പൊട്ടാസ്യം ഓക്സിജൻ ആദ്യം എഴുതിയത് പൊട്ടാസ്യം ആണ്. അപ്പൊ സംയോജിത മാറ്റി എഴുതും K2O എന്ന് വരും. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു ബോക്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം സിങ്ക് ബ്രോമിൻ വരും, ഇവിടെ ZnBr2 അല്ലെ, ZnBr2 വരും. പിന്നെ കാർബൺ CCl4, മാഗ്നീഷ്യം ഫ്ലൂറിൻ ആണെങ്കിൽ MgF2 എന്ന് വരും, MgF2. ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കേ. സംയോജകതകൾ എഴുതുന്നു, ആ സംയോജകങ്ങൾ പരസ്പരം മാറ്റിയിട്ട് പാദാംഗമായിട്ട് എഴുതുന്നു, അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന പൂർത്തീകരിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പി അറ്റോമിക നമ്പർ 9 ആണ്, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ 2, 7 ആണ്. ഇനി ക്യൂവിൻ്റെതാണെങ്കിൽ ഇവിടെ എന്ത് വരും, നമ്മൾ ക്ലോറിൻ ആണ്, ക്യൂ എന്ന് പറയുമ്പോൾ 2, 8, നെക്സ്റ്റ് 7 വരും അല്ലെ, 7 വരും. ഇനി 6 എന്ന് പറയുമ്പോൾ 10 ആണെങ്കിൽ 2ഉം 8ഉം മതി. ഓക്കെ, 2ഉം 8ഉം മതി. എസ് ആണെങ്കിൽ 2ഉം 8ഉം 2ഉം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. മുകളിൽ കൊടുത്തിരിക്കുന്ന മൂലകങ്ങൾ സ്ഥിരത ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? സ്ഥിരത ഉണ്ടാവണമെങ്കിൽ അതിന്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയിരിക്കണം. അപ്പൊ ഏതായിരിക്കും വരിക? 6 ആയിരിക്കും വരിക അല്ലെ, 6 ആയിരിക്കും വരിക. ഓക്കെ, സ്ഥിരത ഏറ്റവും കൂടുതൽ ഏതിനാണ്? 6ലാണ്. ഇനി രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്ന മൂലകം ഏതാണ്? ഇതിൽ ഏതാണ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ളത്? എസ് ആണ് വിട്ടുകൊടുക്കാൻ സാധ്യതയുള്ളത് അല്ലെ, അവസാനത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്, അപ്പൊ വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട്. എസ് എന്ന മൂലകം പിയുമായി സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എസ് എന്ന മൂലകം പിയുമായിട്ടാണ്. അപ്പൊ എസിന്റെ സംയോജകത നമുക്ക് നോക്കണം. എസിന്റെ സംയോജകത ഇവിടെ എത്രയാണ്? 2 ആണ് വരിക. ഇനി പിന്റെ സംയോജകത ഇവിടെ എത്രയാണ് വരിക? പിന്റെ സംയോജകത എന്താണ് വരിക? 1 ആണ് വരിക. അപ്പൊ രാസസൂത്രം എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? രാസസൂത്രം നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? സംയോജകത മാറ്റി എഴുതണം അല്ലെ. എസ് സംയോജകത 1 ആണ് വരിക, പിയുടെ സംയോജനം PsP2. ഇതായിരിക്കും എന്ത് വരിക? സംയുക്തത്തിന്റെ രാസസൂത്രം. സംയോജകതകൾ പരസ്പരം മാറ്റി എഴുതുക. ഓക്കെ, ഇനി കുറച്ച് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വിലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംയുക്തം അയോണികമാണോ സഹസംയോജകമാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൾഫർ ഡൈ ഓക്സൈഡ്, അപ്പൊ സൾഫറിന്റെ തന്നിട്ടുണ്ട് 2.5 തന്നിട്ടുണ്ട്, ഓക്സിജൻ 3.5 തന്നിട്ടുണ്ട്. അപ്പൊ 3.5 നിന്ന് 2.58 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 1.7നേക്കാൾ കുറവായിരിക്കുമല്ലോ. അപ്പൊ ഇതെന്തായിരിക്കും? സഹസംയോജകമായിരിക്കും. ജലം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അതൊരു പോളാർ ആണ്, അത് സഹസംയോജകമാണ്. നോക്കിയാൽ മതി. ഹൈഡ്രജന്റെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ 2.2 ആണ്, ഓക്സിജൻ 3.5 ആണ് വരുന്നത്. അപ്പൊ എന്തായാലും 1.7നേക്കാൾ കുറവാണ് കിട്ടുന്നത്. ഇനി കാൽസ്യം ഫ്ലൂറൈഡ് കിട്ടുമ്പോൾ നമുക്ക് 1.7നേക്കാൾ കൂടുതലാണ് കിട്ടുക. അതെന്താണ്? അയോണികമാണ്. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് തന്നെയാണ്? CO2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സഹസംയോജകമാണ്. ഓക്കെ, ഇനി ഇവിടെ ചില മൂലകങ്ങൾ അവയുടെ സംയോജകത തന്നിട്ടുണ്ട്. ബേരിയം ക്ലോറൈഡിന്റെ രാസസൂത്രം നേരെ സംയോജകത മാറ്റി എഴുതിയാൽ മതി അല്ലെ. ബേരിയം ക്ലോറൈഡ് BaCl ആണ്, അപ്പൊ എന്ത് വരും? BaCl2 എന്ന് വരും അല്ലെ, BaCl2 എന്ന് വരും. അപ്പൊ ആ ഒരു രീതിയിൽ എഴുതുന്നത്. ഇതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, താങ്ക് യു.